എൻ്റെ അച്ഛൻ ഇടയ്ക്ക് പറയും ഇതുപോലെ അച്ഛൻ ചോദിച്ചത് എന്താ അച്ഛന് വീട്ടിൽ കാറ് ഉണ്ട്, 2 കാർ കിടപ്പുണ്ട്, അച്ഛനാണെങ്കിൽ കാറ് പഠിക്കാം. അപ്പം അച്ഛൻ പക്ഷെ പഠിക്കത്തില്ല. ഞാൻ ചോദിച്ചാൽ കാറൊന്നും പഠിക്കാത്തത് അല്ലേ, ഇപ്പം ഈ കാറിൽ പോകുമ്പോഴാണ് നീ കുറച്ചൊന്ന് സംസാരിക്കുന്ന അടുത്തിരുന്നത്, അത് നഷ്ടപ്പെടുത്തണ്ടല്ലോ. അച്ഛൻ അങ്ങനെ പറയാറുണ്ട്. ഇൻട്രോട്ട് ആയി പോകുന്നതാ, ഈ ഫിയർ കാരണം നമ്മൾ ഇൻട്രോട്ട് ആയി പോകുന്ന. എനിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട് ആൾക്കാരടുത്ത് കുറെ ചിരിക്കണം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കണം, കോമഡി പറയണം. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ആവാറില്ല. ലൈക്ക് ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ കുറ്റം പറയായിരിക്കും, ഇവൻ എന്ത് ജാടയാണ്, ഇത് ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കും ആൾക്കാർ ജാട. എനിക്കല്ലേ എൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഈ പറഞ്ഞു ടിക്ടോക്കിനകത്ത് ഈ ട്രാൻസിഷൻ വീഡിയോ ഇല്ലേ, അതുപോലെ ഇപ്പൊ ആൾക്കാർ നടന്നു പോയിട്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറി വേറെ യൂണിഫോം. ഞാൻ മെർച്ചനയിൽ വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പം ഈ പറഞ്ഞിട്ട് ഞാൻ മെർച്ചനെ അവിടെ യൂണിഫോം ഇട്ടിട്ട് നടന്നു പോകുന്നൊരു വീഡിയോ അത് ചെയ്തു. കുറെ തവണ എടുത്തെടുത്ത് എനിക്ക് കംഫർട്ട് വന്നില്ല. പിന്നെ അവസാനം കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്ത് നോക്കി, കുറെ നെഗറ്റീവ് വന്നു. ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇജി എന്ത് പടയി കാണിച്ചേക്കുന്നത്. പക്ഷെ അന്ന് ട്രോൾ ചെയ്ത് കുറെ ആൾക്കാർ. പക്ഷെ പിന്നീട് വന്ന് പറഞ്ഞതുപോലെ അന്ന് പറഞ്ഞത് ഇന്ന പോലെ കണ്ടിട്ടാണ് എന്ന് വിചാരിക്കില്ലതൊക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് ട്രോളിയ ആൾക്കാർ പോലും അവരുടെ ഈ പറഞ്ഞ ഓരോ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ പ്രൊമോഷൻ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അച്ചീവ്മെന്റ്. ചിലപ്പോൾ ചില പ്രൊമോഷൻസ് ഒക്കെ ഞാനിങ്ങനെ പൈസ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് പൈസ വാങ്ങാതെ പോലും പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട് പല സിനിമകളുടെ ഒക്കെ. ഇപ്പൊ ഞാനവിടെ ഇൻ റിട്ടേൺ ആയിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ട് എന്തെങ്കിലും റോളൊക്കെ വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി, കുഴപ്പമില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചില ജൂനിയർ ആർട്ടിസ്റ്റിന്റെ റോളിന് പോലും ആരും വിളിച്ചിട്ടില്ല. ചിലപ്പോൾ കമ്പയർ ചെയ്യാൻ പാടില്ല ആൾക്കാരെ. നിനക്ക് നിന്റെ ആയിട്ടുള്ള കഴിവുണ്ട്, അത് വെച്ച് മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ ഒരിക്കലും മറ്റൊരാളാവാൻ നമുക്ക് പറ്റത്തില്ല. റിയലൈസ് ചെയ്യുക, അഖിൽ എന്ന് പറയുന്ന വ്യക്തി അഖിൽ തന്നെയാണ്, മറ്റൊരാളാവാൻ പറ്റത്തില്ലെന്ന് റിയലൈസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളത്. മറ്റുള്ളവരുടെ ചിരി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ചിരിയും ചിന്തയും നിറഞ്ഞ കഥ തേടി ഇന്ന് ബിഹൈൻഡ് ദ സീൻസിൽ നമ്മളോടൊപ്പം അഖിൽ NRD. നമസ്കാരം അഖിൽ. എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഇന്ന് അഖിലിൻ്റെ കൂടെ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ഇരിക്കാൻ. എത്രയോ പേരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയില്ല, ഈ പേഴ്സണലി ചിരിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്. ട്രൈ എത്രത്തോളം സക്സസ് ആയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ട്രൈ ചെയ്ത ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അഖിലിന്റെ ടാഗ് ലൈൻ തന്നെ നോക്കൂ, മറ്റുള്ളവരുടെ ചിരി കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവർ എപ്പോഴും ചിരിച്ച് കാണണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണോ അഖിൽ ഇത്തരത്തിലുള്ള വീഡിയോസും ചിരികൾ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ചെയ്തു തുടങ്ങിയത്? അതോ ചെറുപ്പം മുതലേ ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ ഹ്യൂമർ സെൻസ് ഉള്ള ഒരാള്, ഒരുപാട് കൗണ്ടർ പറയുന്ന ഒരാള്, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നോ? ഇല്ല, ഞാനങ്ങനെ ഈ പറഞ്ഞിട്ട് കോമഡി പറയുന്ന ഒരാളല്ല. എന്റെ കോമഡി അങ്ങനെ ആർക്കും മനസ്സിലാവാറില്ല. ആണോ? ഇപ്പൊ ഈ പറഞ്ഞിട്ട് വീട്ടുകാരടുത്ത് കോമഡി പറയുമ്പോൾ അവരിങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അവർ ചിന്തിക്കും എന്താ പറഞ്ഞേ. ഞാൻ പിന്നെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കേണ്ട അവസ്ഥ. അതാണ് ഏറ്റവും ഇതല്ലേ തമാശ. അത് ഒരു ഓൺ ദ സ്പോട്ടിൽ അത് അങ്ങനെ പറയുമ്പോൾ അപ്പൊ തന്നെ അത് വർക്ക് ആയില്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാന്ന് പറയുന്നത് ഭയങ്കര ഇതായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ അഖിൽ പോയിട്ടുണ്ടെങ്കിൽ അഖിൽ തന്നെ തോന്നിയിട്ടില്ലേ, ഓ ഇതെന്താ ഞാൻ പറയണതൊന്നും അങ്ങ് വീട്ടുകാർക്ക് പോലും ഏൽക്കുന്നില്ലെങ്കിൽ അതെങ്ങനെയാ പിന്നെ ആ ഒരു സംഭവം മാറ്റിയെടുത്ത്? അല്ല, എനിക്ക് തോന്നിയായിരുന്നു ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ റിലാക്സ് കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ് ചിരി, സന്തോഷം. അല്ല, ഈ പറഞ്ഞ ഒരു കോമഡി കണ്ടന്റ് കൊടുക്കുമ്പോൾ അവർ ഹാപ്പി ആവുന്നു, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വേണമെങ്കിൽ കരയുന്ന കണ്ടന്റ് വേണമെങ്കിൽ ചെയ്യാം. എനിക്കൊന്ന് ചിരിപ്പിക്കുന്നതാണെന്ന് ഏറ്റവും വലിയ പാട്. കരയുന്ന കണ്ടന്റ് വേണമെങ്കിൽ ചെയ്യുന്നത് കുറച്ച് എളുപ്പമാണെന്ന് തോന്നുന്നു. ആൾക്കാർ കരയിപ്പിക്കുന്ന സംഭവം ഈ BGM കുറച്ച് കൂട്ടിയിട്ട് അതിന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വർക്കാവും, നല്ലൊരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് ഇട്ട്. പക്ഷെ അതുപോലെയല്ല, കോമഡി കണ്ട് കുറച്ചുകൂടെ പാടാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് വേണ്ടത് ചിരിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്യുന്ന വീഡിയോ പോലെ ചിരിപ്പിക്കുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. അങ്ങനെ ഒരു ട്രാക്കിലെത്തി. ആ ട്രാക്ക് ഇങ്ങനെ പോകുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ട് ഇപ്പൊ എത്ര വർഷമായി കറക്റ്റ് ആയിട്ട്?
കറക്റ്റ് വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാനൊന്നും ഓർത്തിരിക്കത്തില്ല. ഇത് 5 വർഷത്തിന് മണ്ടയ്ക്കാ. അല്ല 5, 6 വർഷം. പാൻഡമിക്കിന് ശേഷം ആ ഒരു സമയം ആ. ഓൺലൈൻ ബൂമായതിന് ശേഷമാണ് പിന്നെ അങ്ങ് ഒരു ഭയങ്കരമായിട്ട് അങ്ങ് അഖിലിന്റെ വീഡിയോസ് അങ്ങ് കേറിയല്ലോ. ഇപ്പൊ എത്ര മില്യൺ ഫോളോവേഴ്സ് ആണ് അഖിലിനുള്ളത് തന്നെ. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ 1.7. 1.7. ആ, അത്രയുണ്ട്. അതെന്നൊക്കെ പറഞ്ഞാൽ അത് അത്രയും ആൾക്കാർ അഖിലിനെ കാണുന്നു. അഖിലിന്റെ ഓരോ വീഡിയോസിനുള്ള റീച്ച് എത്രത്തോളാണ്. ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ എത്രത്തോളം റീച്ചാണ്. അത് കാണുമ്പോൾ അഖിലിന് സന്തോഷം വരാറുണ്ടോ? ആ, അത്യാവശ്യം സന്തോഷം വരും. ഉം. കാരണം നമ്മളെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. എന്നുവെച്ചാ ഹെയ്റ്റുകൾ കുറേ ഉണ്ടെങ്കിലും ഇപ്പൊ ഈ ഹെയ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു 10, 200, 300, 400, 500, 500 പേരെ കാണത്തുള്ളൂ. പക്ഷേ ഈ പറയുന്ന സാധനത്ത് ഒരു വീഡിയോയ്ക്ക് ചിലപ്പോൾ ലൈക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പം 10, 20,000, 30,000, 1,00,000 കാണും. ആ. 1,00,000 ആൾക്കാര് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. അതായത് ഉം. പകുതി ആൾക്കാർ ഇഷ്ടപ്പെട്ടായിരിക്കും ലൈക്ക് ചെയ്യുന്നത്. ഉം. അങ്ങനെ വരുമ്പം ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഓരോ ഇതിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അഖിലിന്റെ വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. എന്തൊരു ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് അറിയാണ്ട് ചിരി വന്നുകൊണ്ടേ ഇരിക്കും. അഖിലിന്റെ ഓരോ എക്സ്പ്രഷൻസ് ഓരോന്നും കാണുമ്പം നമ്മൾ എത്ര ടെൻഷനിലാണോ ഇരുന്നത് അതൊക്കെ മാറ്റാനായിട്ട് അഖിലിന്റെ വീഡിയോസിന് അല്ല അഖിലിന് പറ്റുന്നുണ്ട്. ഈ ചെയ്യുന്നത് ഞാൻ ഭയങ്കര ടെൻഷനില്ല. അല്ലാണ്ട് എനിക്ക് ശരിക്കും എപ്പോഴും ഭയങ്കര ടെൻഷനാ. ആണോ? കൊച്ചിലെ തൊട്ട് എനിക്ക് സ്റ്റേജിൽ കയറാൻ പറ്റും അല്ല, ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ എന്നെക്കൊണ്ട് ഈ പറഞ്ഞ തൊട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ലൈക്ക് ഈ കൊച്ചിലെയൊക്കെ ഈ പറഞ്ഞ തൊട്ട് കൂട്ടുകാരൊക്കെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഇതുപോലെ അവിടെ പോയി എനിക്ക് നിന്ന് ചെയ്യണം. ഉം. പക്ഷെ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഭയങ്കര ഭയങ്കര സ്റ്റേജ് ഫിയറാ? സ്റ്റേജ് ഫിയറും കൈ ഭയങ്കരമായിട്ട് തണുത്ത് പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. നമ്മൾ ചെയ്താൽ പോലും പെട്ടെന്ന് കോൺഷ്യസ് ആവും അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ? ഗ്രൂപ്പായിട്ടും ട്രൈ ചെയ്യുമ്പം ബാക്കിയുള്ളവർ പെർഫോമൻസർ കാണുമ്പോൾ ഞാൻ അതിൽ കൂടുതൽ ഇതാവും. അങ്ങൊരു സംഭവം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊക്കെ മറച്ച് വെച്ച് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഉം. അത് കുറച്ച് സക്സസ് ആവും. ചില സമയത്ത് അതങ്ങ് പാളിപ്പോവും. പറഞ്ഞ അതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. എനിക്ക് കുറച്ച് അതിനകത്ത് കൂടെ മാറണം. വീഡിയോസ് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്യാമറയുടെ മുന്നിൽ ഇരിക്കാൻ പോലും എനിക്ക് പേടി. എൻ്റെ ക്യാമറ മുന്നിൽ ഇരിക്കാൻ എനിക്ക് പേടി ഇടയ്ക്ക്. അതെന്താ എന്താ അപ്പൊ ഒരു ഇത് എന്ത് ബുദ്ധിമുട്ടാ തോന്നുന്നത്? ലൈക്ക് ശരിയാവത്തില്ലയോ? കൊള്ളത്തില്ലേ? തെറ്റിപ്പോവോ? അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലുണ്ടല്ലോ. അപ്പൊ പല വീഡിയോ മൾട്ടിപ്പിൾ ടൈംസ് എടുക്കുവോ? ഞാൻ അതോ സിംഗിൾ എനിക്കൊരു ടേക്കിലാ? കംഫർട്ട് വരുന്ന ടൈം എടുക്കാറുണ്ട്. ആണോ? പക്ഷെ അത് ഈ പറഞ്ഞ ഒരുപാട് റീടേക്ക് ഒന്നും പോരില്ല. ഉം. പക്ഷെ അത്യാവശ്യം ടേക്കിൽ എടുക്കാറുണ്ട്. ഇപ്പം എൻ്റെ കൂട്ടുകാരൊപ്പം പറയും, "എടാ നീ ഇത് ആദ്യം എടുത്തതന്നെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ" പറയും. ആ. പക്ഷെ എന്നാലും നമുക്കൊരു കംഫർട്ട് കിട്ടുന്നവരെ ഞാൻ റീടേക്ക് ചിലപ്പോൾ പിന്നെ എടുക്കാറുണ്ട്. ഓ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട് എന്നിട്ട് എന്നിട്ട് ഞാൻ ഇത്ര നാളുമായിട്ടും? ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ തൊട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതെന്താ പ്രശ്നം അറിയാം, ഞാൻ നേരത്തെ ആണെങ്കിൽ ഇതുപോലെ പല നടന്മാരെല്ലാം അവരെ കണ്ടിട്ട് നമ്മൾ അതുപോലെ അതുപോലെ നമ്മൾ പ്രസൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഉം. ആ സമയത്താണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പം എം എച്ച് ചേച്ചിയുടെ കുട്ടി പോലെ നല്ല സംസാരിക്കുന്നു. അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് എന്തുകൊണ്ട് അത് പറ്റുന്നില്ല. അപ്പം എനിക്കും പറ്റൂല. അപ്പം നമ്മളവിടെ അതുപോലെ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അത് പാളിപ്പോയി കഴിഞ്ഞാൽ നടന്നില്ലെന്നാണെങ്കിൽ നമുക്ക് ഭയങ്കര യാ, സ്ട്രെസ് കോൺഫിഡൻസ് കുറയും. കുറയും. യാ. നമുക്ക് പറ്റുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ നമ്മളായിട്ടിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലൈസ് ചെയ്ത് വരും. ഇപ്പം ഞാൻ അത് ട്രൈ ചെയ്തു. ഞാൻ ഞാൻ നേരത്തെയൊക്കെ ഈ പറഞ്ഞ സിനിമ ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ മാക്സിമം ചിരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. ഉം. എനിക്ക് ചിരി വന്നിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി അങ്ങനെ വരുന്നില്ല. വരുന്നില്ല. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ മോശമല്ലേ, കാരണം അടുത്തിരിക്കുന്ന ആൾക്കാർ ആ. കാര്യങ്ങൾ പറയുമ്പോൾ ചിരിക്കണം. ആ. എൻ്റെ മെൻറ്റാലിറ്റി അങ്ങനെയാണ്. ആ. അവരെന്തെങ്കിലും വിചാരിക്കുമോ, അവർക്കെന്തെങ്കിലും ഈ പറഞ്ഞ തൊട്ട് അവർ കോമഡി പറയുമ്പോൾ നമ്മൾ ചിരിച്ചില്ല അവർക്ക് മുഖം വാടും. യാ. ആ. ആ ഒരു ചിന്ത കൊണ്ട് നമ്മൾ ചിരിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അത് എനിക്ക് പിന്നീട് മനസ്സിലായി, ഞാൻ അങ്ങനെ ചിരിക്കാൻ വേണ്ടി ഫേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും തോറും എൻ്റെ സ്ട്രെസ് കൂടുന്നേ ഉള്ളൂ. അടുത്ത പുള്ളി പറയുമ്പോൾ ഞാൻ വീണ്ടും ചിരിക്കണമല്ലോ എന്നുള്ള എൻ്റെ ചിന്ത അങ്ങനെയാ പോകുന്നത്. ഈശ്വരാ! ഇപ്പഴും? അപ്പൊ ആ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മഹാരാജ ഹോസ്റ്റലിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊമോഷൻസ് ചെയ്യുമ്പഴും നടക്കുമ്പഴും ഇപ്പഴും ആ ഒരു ടെൻഷൻ ശരിക്കും അലട്ടുന്നുണ്ടാവും അഖിലിനെ അപ്പൊ? ഉണ്ട്, എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞോണ്ട് ഞാനായിട്ട് ഇന്ന് സംസാരിക്കും. ഇപ്പം ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല. ഞാൻ കംഫർട്ടാണ്. ഉം. കാരണം ഞാൻ ഇങ്ങനെയാണ്. ഉം. എൻ്റെ സംസാരം ശരിക്കുള്ള സംസാരം, എൻ്റെ അഖിലൻ എന്നുള്ള വ്യക്തിയുടെ സംസാരം ശരിക്കും ഇങ്ങനെയാണ്. ഉം. അപ്പം എനിക്ക് ഈ പ്രശ്നം വരാറില്ല. ഓക്കെ. നമ്മൾ ഇപ്പം ഇടയ്ക്ക് ഇപ്പം സ്റ്റേജിൽ കയറുമ്പോൾ മൂവിയുടെ ടീമിലെ ആൾക്കാർ പറയണ്ട നല്ലോണം എനർജറ്റിക് ആയിട്ട് നിൽക്കണേ. ഉം. പക്ഷെ അങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്നൊരു എനർജി വരാതെ ഞാൻ ഒരുപാട് എനർജി കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും സ്ട്രെസ് ആവും. അപ്പൊ എങ്ങനെയാ വീഡിയോ ഷൂട്ട് ചെയ്യണ സമയത്ത് ഓരോ വീഡിയോയ്ക്കും ഓരോ ക്യാരക്ടേഴ്സിനും അഖിൽ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഉണ്ട്. ഒരു എനർജി ലെവൽ ഉണ്ട്. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാ? അത് ഈ പറഞ്ഞോട്ട് ഈ പറഞ്ഞ ആഗ്രഹമാണ്. എല്ലാത്തിനും ബേസിക് എന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹമാണ്.
ആദ്യമൊന്ന് ചെയ്യുമ്പം ഈ പറഞ്ഞ എനർജി കാണത്തില്ല. അപ്പം നമുക്ക് തന്നെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് എനർജി കേറ്റി ചെയ്താലോ. ഉം. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ കുറച്ച് എനർജി ആയിട്ട് ചെയ്താലേ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. അതെ. പണ്ടത്തെ ട്രെൻഡ് അങ്ങനായിരുന്നു. ഉം. ഞാൻ വീഡിയോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ട്രെൻഡ് എന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ച് എനർജറ്റിക് ആയിട്ട് കുറച്ച് ഓവറായിട്ടൊക്കെ ഇട്ടാലേ ആൾക്കാർ ഇഷ്ടപ്പെടൂ എന്നുള്ള ഒരു ട്രെൻഡാണ് തുടക്കത്തിൽ. ഉം. ബേസിക്കലി ഞാൻ ആ ട്രെൻഡിൽ നിന്ന് വന്നുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ എന്നെ കാണുമ്പോൾ ഓവർ ആക്ടർ, ഞാൻ ഓവറായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, എക്സ്പ്രഷൻസ് ഓവറാണ്. ഉം. പക്ഷെ ഇത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ഉള്ളിലെ സ്ട്രെസ് മറയ്ക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മുഖം ചെയ്യുന്നതാണ്. കാണിക്കുന്നതാണ്. ഈ പറഞ്ഞ അങ്ങനെ വന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇതാണെന്ന് ആൾക്ക് മനസ്സിലാവത്തില്ല. ആ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ആ. ഇതേപോലെ സ്ട്രെസ്സും കാര്യങ്ങളും ഉള്ള, ഇങ്ങനെ ഈ പറഞ്ഞ സ്റ്റേജ് ഫിയറും കാര്യങ്ങളും ഉള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടുണ്ട് അഖിലിന്റെ ചില വീഡിയോസ് കാണുമ്പം അഖിൽ അവിടെ ഓവറായിട്ട് അതിനെ ഒരു ഇത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അത് അഖിൽ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അഖിൽ ചെയ്യുന്ന ഒരു സ്റ്റൈൽ. കാരണം നോർമലായിട്ട് ഒരാൾ ചെയ്യുന്ന പോലെ അല്ലല്ലോ. അവിടെ കോമഡി വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഓവർ എക്സ്പ്രഷൻ കൊടുത്ത് അതിനെ അങ്ങനെ ആക്കുന്നതാണ്. അഖിലിന്റെ ഒരു സ്റ്റൈലായിട്ട് അത് പോർട്രേ ചെയ്യുന്നതാണെന്നാണ് അത് എൻ്റെ വിചാരം. എൻ്റെ ബോഡി തന്നെ കണ്ടെത്തിയ ഒരു, എൻ്റെ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എൻ്റെ മൈൻഡ് അല്ലെങ്കിൽ ബോഡി കണ്ടെത്തിയ ഒരു സംഭവമാണ് ഈ പറഞ്ഞ ഓവർ ആക്ടിങ്. ഓക്കെ. അത് പിന്നെ എൻ്റെ ഒരു സ്റ്റൈലായിട്ട് അങ്ങ് മാറി. പിന്നെ ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്തു, എനിക്ക് ഓവർ ആക്ട് ചെയ്തേ പറ്റത്തുള്ളൂ, ഞാൻ ഓവർ ആക്ടറാണ്. അപ്പൊ ഈ ഒരു ഫിയർ മാറ്റാനായിട്ട് ഒരാളുടെ ഒരു സപ്പോർട്ട് എടുക്കും, ഒരു കൗൺസിലറിനെ കാണും, ഒന്നും അങ്ങനത്തെ ഒരു സംഭവം ഞാനായിട്ട് എൻ്റെ ചെയ്തില്ല. സ്വന്തമായിട്ട് എനിക്കൊന്ന് മാറ്റിയെടുക്കണം. ഓൾറെഡി ഇപ്പം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഉം. ഈ പറഞ്ഞിട്ട് നേരത്തെ തൊട്ട് ഇപ്പം എനിക്ക് ഫിയർ ഒന്നുമില്ല. നേരത്തെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. ഉം. ഇത്രയും വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് എടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. ഉള്ളിൽ എടുത്ത് സംസാരിക്കാൻ ഭയങ്കര പാടാ. ഓ. ഇപ്പം നമ്മളിങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും ആലോചിച്ചൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റും. പക്ഷെ ഉള്ളിൽ നിന്ന് എടുത്ത് സംസാരിക്കാൻ, ഒരു സ്റ്റേജിൽ പോയി സംസാരിക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഇപ്പം ഏകദേശം അത് ഞാൻ ഈ പറഞ്ഞ തൊട്ട് ഞാനായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കത് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇൻസ്റ്റയിൽ നമ്മൾ കാണുന്നുണ്ട്. ഈയിടെ ആ മൂവിയുടെ പ്രൊമോഷന്റെ സമയത്ത് എസ്എച്ച് കോളേജിൽ ചെന്നപ്പം അവിടുത്തെ കോളേജിലെ കുട്ടികളുടെ അടുത്ത് ഇൻട്രോവേർട്ടിസത്തിനെ കുറിച്ച് അഖിൽ പറഞ്ഞൊരു കാര്യം, നിങ്ങളും ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, ഉം. പക്ഷെ എന്നെ പോലെ നിങ്ങൾ ആവരുത് എന്നും ഉം. പറഞ്ഞ് ഇപ്പം അത് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഉം. അപ്പോൾ അവരുടെ അടുത്തൊരു ഇപ്പം വരുന്ന ജനറേഷന്റെ അടുത്തൊരു ഉപദേശം പോലെ അഖിലിന്റെ ജീവിതത്തിൽ നിന്നും എടുത്തു പറഞ്ഞൊരു കാര്യമാണത്. അതെ. അപ്പം അഖിൽ ഒരു ഇൻട്രോവേർട്ട് ആണ്. എനിക്ക് ഇൻട്രോവേർട്ട് എൻ്റെ ആയി പോകുന്നതാ. ഈ ഫിയർ കാരണം നമ്മൾ ഇൻട്രോവേർട്ട് ആയി പോകുന്ന. ഉള്ളിക്ക് ആഗ്രഹം, എനിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട് ആൾക്കാരടുത്ത് കുറെ ചിരിക്കല്ല, ചിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് ഭയങ്കര കോമഡി ലൗഡായിട്ട് കോമഡി പറയണം. സംസാരിക്കണം, കോമഡി പറയണം. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ആവാറില്ല. ലൈക്ക് നമ്മുടെ ഉള്ളിൽ കാണുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ അഖിലിന്റെ ലോകത്തോ വീട്ടിലെങ്ങനെയാ? അഖിലിന്റെ അച്ഛനും അമ്മയും ഒരു സിസ്റ്റർ ഉണ്ടല്ലോ. ഉം. സിസ്റ്ററിന്റെ കൂടെ എങ്ങനെയാ തല്ലുണ്ടാക്കുക, വീട്ടിൽ അങ്ങനെ തല്ലുണ്ടാക്കിയിട്ടില്ല. ഞാൻ അനിയത്തിയോട് അങ്ങനെ തല്ലുണ്ടാക്കിയിട്ടില്ല. ഇല്ല. ഞാൻ ആദ്യം അങ്ങനെ സംസാരിക്കാറില്ല. കസിൻസിന്റെ അടുത്തോ? കസിൻസ് ഉണ്ടോ ഒരുപാട്? കസിൻസ് ഒക്കെ ഉണ്ട്. ആ. ഈ ഇടയ്ക്ക് ഒക്കേഷനിൽ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ കാണും, അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ കാണും. ഉം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ട് വീട്ടിലങ്ങനെ ഒരുപാട് സംസാരിക്കാറില്ല. എൻ്റെ അച്ഛൻ ഇടയ്ക്ക് പറയും ഇതുപോലെ അച്ഛനടുത്ത് ചോദിച്ചാൽ, എന്താ അച്ഛന് വീട്ടിൽ കാറ് ഉണ്ട്, 2 കാർ ആ. കിടപ്പുണ്ട്. ആ. അച്ഛനാണെങ്കിൽ കാറ് പഠിക്കാം. ഉം. അപ്പം അച്ഛൻ പക്ഷെ പഠിക്കത്തില്ല. ഞാൻ ചോദിച്ചാൽ കാറൊന്നും പഠിക്കാത്തത്. അല്ല, ഇപ്പം ഈ കാറിൽ പോകുമ്പോഴാണ് നീ കുറച്ചൊന്ന് സംസാരിക്കുന്ന അടുത്തിരുന്ന്, അത് നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് അച്ഛൻ അങ്ങനെ പറയാറുണ്ട്. ആണോ? വെച്ചാൽ അധികം അങ്ങനെ അവർ വീട്ടുകാർ നല്ലോണം സംസാരിക്കും. അച്ഛനും അമ്മയൊക്കെ നല്ലപോലെ ആ. കുറേ നേരം കാര്യം പറയും. ആ. പക്ഷെ എനിക്ക് കുറച്ച് നേരം കാര്യം പറയുമ്പോൾ എനിക്കങ്ങ് ഡിസ്റ്റർബ്ഡ് ആവും. കുറച്ച് നേരം സംസാരിക്കത്തുള്ളൂ. അപ്പൊ പൊതുവെ അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അല്ല, കേൾക്കാൻ ഇഷ്ടമാണോ മറ്റുള്ളവരുടെ സംസാരം? കുറച്ചൊക്കെ. ആണ്. ആ. അപ്പൊ ഒരുപാട് അതിനോടൊരു താല്പര്യം ഇല്ല. അപ്പൊ ഇല്ല. ഇല്ല. പക്ഷെ സർപ്രൈസിങ് അഖിൽ അങ്ങനുള്ളൊരു വ്യക്തി മറ്റുള്ളവരെ ചിരിപ്പിക്കാനായിട്ടുള്ള ബാക്ക് ടു ബാക്ക് ഇത്ര അധികം വീഡിയോസ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും അതെനിക്ക് മാച്ച് ആവുന്നില്ലല്ലോ. അത് ഭയങ്കര പാടാ. കാരണം ഇപ്പം ഈ പറഞ്ഞ തൊട്ട് ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഫിയർ ഉള്ള ആൾക്കാർ മാക്സിമം എത്താൻ പോകുന്നത് ക്യാമറയ്ക്ക് പിന്നെ വരായിരിക്കും. ലൈക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ ക്യാമറാമാൻ, അതെ. അവിടെ വരെ അവർക്ക് പറ്റത്തുള്ളൂ. ആ. പക്ഷെ എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വാവ്, അങ്ങോട്ട് നൈസ്. എത്തണം. ഓക്കെ. അപ്പൊ അതിനാ ഞാൻ ചോദിക്കണേ, ഒരാളുടെയും കൂടി ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, ഗോ അഖിൽ, യു ക്യാൻ ഡു വൈഫുണ്ട്. ഇറ്റ്. വൈഫ് സപ്പോർട്ട് ചെയ്യും. ആണ്. ഉം. ആ. വൈഫ് പറയും പോയി ചെയ്യും, കുഴപ്പമില്ല. ഉം. ഞാനിട്ട് എന്തിനു ചെയ്തു, കുഴപ്പമില്ല. ഉം. അവർക്കിപ്പോൾ ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ കുറ്റം പറയുമായിരിക്കും, ഇവൻ എന്ത് ജാടയാടാ. ഉം. ഇത് ഇപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആൾക്കാർ അതെ. ജാടയാന്ന് വെച്ചാൽ എനിക്കല്ലേ എൻ്റെ ഉള്ളിൽ അവസ്ഥ എനിക്ക് അവസ്ഥ അറിയത്തുള്ളൂ. അറിയുള്ളൂ, ഉള്ളിൽ നീറുകയെന്നുള്ള എനിക്കിങ്ങനെ കാര്യം. ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഉം. ഇപ്പം ഈ പറഞ്ഞോട്ട് ഞാനിപ്പം റിയലായിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ പറഞ്ഞോട്ട് ഞാനിങ്ങനെ ചിരിച്ച് വെച്ചിട്ട് എവിടെയെങ്കിലും ഈ ചിരി ഒന്ന് സ്റ്റോപ്പായി പോയി ആൾക്കാർ എനിക്ക് പണ്ട് ഭയങ്കര ചിരിയായിരുന്നല്ലോ, ഇപ്പം എന്താ ഇല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉം. ഒരിതാണ്. റിയലായിട്ട് ഞാൻ ഇങ്ങനെയാണ്.
എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയത്തുള്ളൂ. പുറത്ത് കാണുന്ന ആൾക്കാരെ ഇപ്പോൾ ജാടയായിട്ട് കണ്ടാലും എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഏതൊരു മൊമെന്റിലാണ് അഖിലിന് തോന്നിയത് ഇങ്ങനത്തെയുള്ള ഒരു പേഴ്സൺ, ഉം, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി, അധികം ചിരിക്കില്ല, അധികം സംസാരിക്കില്ല, അധികം സംസാരം കേൾക്കാനും ഇഷ്ടമല്ല. ഉം. അപ്പൊ ഏതൊരു പോയിന്റിലാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വന്നത് അപ്പൊ അഖിലിന്? ടിക്ടോക്കിൽ ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ ഒന്നുമില്ല, ഇതുപോലെ അച്ഛൻ ഒന്ന് ചെടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനെന്തോ അച്ഛനെ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഓടുന്ന വീഡിയോ. അപ്പോൾ അത് ഇട്ടിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. പക്ഷെ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ഇതുപോലെ സ്ട്രെസ് റിലീഫായിട്ട് തോന്നി. പക്ഷേ പുറത്തൊക്കെ ടിക്ടോക്ക് എനിക്ക് തോന്നുന്നു അന്ന് ഏറ്റവും കൂടുതലാണ് ദുബായിലുള്ള ആൾക്കാരൊക്കെ ആ, വർക്കിൻ്റെ ഇടയ്ക്ക് കാണുമായിരുന്നു ആ ഒരുപാട് പേര്. സ്ട്രെസ് റിലീഫായിട്ടൊക്കെ കണ്ടപ്പോൾ ചിരിച്ചു. അപ്പോൾ അതിൻ്റെ ചോദിച്ചപ്പോൾ അപ്പം എന്നെക്കൊണ്ട് ചിരിപ്പിക്കാൻ പറ്റുമോ? ഉം. അന്നേരം എനിക്ക് റിയലൈസ് ചെയ്ത് ചിരിപ്പിക്കില്ല. എനിക്ക് ഉള്ളിൽ ഈ പറഞ്ഞ എനിക്ക് അതിൽ ചിരിക്കുന്നില്ലെങ്കിലും പക്ഷെ എന്നെക്കൊണ്ട് ചിരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. ഉം. അതിൽ പിന്നാണ് ഞാൻ ഈ പറഞ്ഞോട്ട് വീഡിയോസൊക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ചെയ്തു തുടങ്ങിയത്. ചെയ്തു തുടങ്ങിയത്. ആ പക്ഷെ കമന്റ് സെക്ഷനിൽ നിന്നാണ് ആദ്യമായിട്ട്. തുടങ്ങിയത് ഉം. ആദ്യമേ ചെയ്തു തുടങ്ങുമ്പോൾ ഇപ്പൊ സ്വയം ഇങ്ങനെ ക്യാമറ പിടിച്ച് തന്നെയാണോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്, അതോ വേറൊരാൾക്ക് ഫോൺ കൊടുത്തിട്ട് അങ്ങനെയായിരുന്നോ? അത് ഈ പറഞ്ഞോട്ട് പേടി കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ആ, അതാ ഞാൻ ചോദിച്ചേ. കാരണം കോൺഫിഡൻസ് ഇല്ലല്ലോ. ഇല്ല. അപ്പൊ സെൽഫ് എടുക്കുക, കട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഇത് എടുക്കുക, delete ഡിലീറ്റ് ചെയ്യാം. ചെയ്യുക, അല്ലേ? ഉം. ഓർമ്മയുണ്ടോ ഫസ്റ്റ് എടുത്ത റീൽ ഏതായിരുന്നു എന്നും എത്ര ടൈംസ് അത് എടുത്തു എന്നുള്ളതും? ഫസ്റ്റ് ഈ പറഞ്ഞു ടിക്ടോക്കിനകത്ത് ഈ ട്രാൻസിഷൻ വീഡിയോ ഇല്ലേ, ആ, അതുപോലെ ഇപ്പോൾ ആൾക്കാർ നടന്നു പോയിട്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറി വേറെ ആ, യൂണിഫോം. ഞാൻ മെർച്ചനയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ. അപ്പം ഈ പറഞ്ഞിട്ട് ഞാൻ മെർച്ചൻ്റ് അവിടെ യൂണിഫോം ഇട്ടിട്ട് നടന്നു പോകുന്നൊരു വീഡിയോ അത് ചെയ്തു. ഉം. അതാണ് എനിക്ക് തോന്നുന്നു ഏകദേശം അതായിരിക്കും ഇതുപോലെ ചെയ്ത വീഡിയോ. അത് എത്ര തവണ എടുത്തിട്ടുണ്ടാവും? അത് കുറേ തവണ എടുത്തു. എടുത്തെടുത്ത് എനിക്ക് കംഫർട്ട് വന്നില്ല. പിന്നെ അവസാനം കുറേ കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത് പോസ്റ്റ് ചെയ്ത് നോക്കി. ആ, കുറേ നെഗറ്റീവ് വന്നു. ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇജ്ജ് എന്തുവാടാ ഈ കാണിച്ചേക്കുന്നത്. ആ, കാരണം മെർച്ചൻ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. ആ, അപ്പോൾ അതിനകത്ത് നമ്മൾ എടുത്തിട്ട് എന്നെ ട്രോൾ ചെയ്യും ആ. ആൾക്കാരെല്ലാം. പക്ഷേ അന്ന് ട്രോൾ ചെയ്തൊരു കുറേ ആൾക്കാർ പക്ഷെ പിന്നീട് വന്ന് പറഞ്ഞതുപോലെ എടാ അന്ന് പറഞ്ഞത് ഇന്ന പോലെ കണ്ടിട്ടാണ് എന്ന് വിചാരിക്കില്ലെന്നൊക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് ട്രോൾ ചെയ്ത ആൾക്കാർ പോലും അവരുടെ ഈ പറഞ്ഞ അവരോരോ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ പ്രൊമോഷൻ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അച്ചീവ്മെൻ്റ്. പിന്നെ അന്ന് പക്ഷെ തീർച്ചയായിട്ടും. അന്ന് പക്ഷെ വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എനിക്ക് ചെയ്യണം ആഗ്രഹം കൊണ്ട് ചെയ്യുന്നു. പക്ഷേ അത് അക്സെപ്റ്റ് ആയില്ലല്ലോ. അത് കൊള്ളാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ഒബ്വിയസ്ലി അവരുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കണം. പക്ഷെ എങ്കിലും അന്നേരം എനിക്കൊരു സങ്കടം തോന്നി. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചിങ്ങോട്ട് വന്ന് ഇതുപോലെ എന്നോട് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ സംരംഭം തുടങ്ങുന്നുണ്ട്, ഇതിന് പ്രൊമോഷൻ ചെയ്ത് തരണേടാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പക്ഷെ ബ്യൂട്ടിഫുൾ അഖിൽ. എനിക്ക് ആ ഒരു അഖിലിന്റെ ആ ഒരു ചിന്തയുണ്ടല്ലോ. കാരണം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നമുക്ക് സ്വയം അറിയുന്ന ഒരു കാര്യം. പക്ഷെ എനിക്ക് അങ്ങനെ ആവണം എന്നുള്ള വലിയൊരു ആഗ്രഹവും, അതിനു വേണ്ടിയിട്ട് സെൽഫായിട്ട് ഇടുന്ന കുറേ ഇനിഷ്യേറ്റീവ്, കുറേ ഒരു ഒരു പ്രാക്ടീസും, കുറേ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ശരിക്കും ഇപ്പം അത് അറിയുമ്പം വലിയ മതിപ്പ് തോന്നാണ്. കാരണം ഇങ്ങനെ സ്വയം നമ്മളെ, അല്ലെങ്കിൽ വേറൊരാൾ നമ്മളെ ബാക്ക് ചെയ്യാനായിട്ടുണ്ടാവണം. ഇത് സ്വയം തന്നെ ഒരാൾ അങ്ങനെ എഫേർട്ട് എടുത്തിട്ട് ചെയ്ത് വരിക എന്ന് പറയണത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. വലിയൊരു കാര്യം തന്നെയാണ്. സ്കൂളിലാണെങ്കിലും പിന്നീട് ടി വി കാണുമ്പോഴാണെങ്കിലും ഇപ്പം സിനിമ കാണുമ്പോഴാണെങ്കിലും അഖിലിനെ അട്രാക്ട് ചെയ്യണത് ഏത് ടൈപ്പ് ഓഫ് കോമഡി പ്രോഗ്രാംസ് ആണോ, അതോ എന്ത് ജോണർ ആയിരിക്കും അഖിലിനെ കൂടുതൽ അട്രാക്ട് ചെയ്യണത്? അല്ല, ആദ്യം കണ്ടുള്ള ചേച്ചിയുടെ പ്രോഗ്രാം ആയിരുന്നു ഏ? ആദ്യമേ. അല്ല, ആദ്യമായിട്ട് കോമഡി കാണുന്നതോ? സൂര്യ ചാനൽ. സൂര്യല്ലേ, രസികരാജ? രസികരാജ. വെറുതെ അല്ല മോനെ നീ ഇതിപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ. ആഹാ. കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ, ഓക്കെ. അപ്പൊ അതില് കണ്ടപ്പോ കോമഡി പ്രോഗ്രാംസ് പൊതുവെ ഇഷ്ടമാണ്. കോമഡി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉം. അത് ഇങ്ങനെ കാണുമ്പോ ആൾക്കാരിങ്ങനെ മറ്റുള്ളവരെ നമ്മളെയും ചിരിപ്പിക്കുമല്ലേ? അപ്പൊ അവരായിട്ട് ആക്ട് ചെയ്യാൻ നോക്കാറുണ്ടോ അഖില്? അതുപോലെ ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് വീഡിയോസ് എൻ്റെ. അല്ല, തുടക്കം മുതലേ അങ്ങനെ നോക്കാറുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ നോക്കാറില്ല. പക്ഷെ ഉള്ളിൽ ഈ പറഞ്ഞ ആഗ്രഹമുണ്ട്. ആൾക്കാർ ചിരിക്കുമ്പോ ഒക്കെ ഉം. ആൾക്കാർ എത്ര പേര് നോക്കി ചിരിക്കുന്നു, എന്ത് രസമല്ലേ അത് ആ, ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു കാണുമ്പോൾ. ആ. ഇല്ലേ, കള്ള വേഷം ചെയ്യുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നല്ലോ, ബൈജു എന്നൊക്കെ അതെ, പറഞ്ഞു. അതെ, കാണുമ്പോൾ എന്ത് രസമായിട്ട് ചെയ്യുന്നേ, ആൾക്കാരെല്ലാം കൈയെടുക്കുന്നു. എനിക്ക് അതെ. ആഗ്രഹമുണ്ട് പോലെ എനിക്ക് എന്തൊരു രസം പറ്റുമായിരിക്കും, ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഓക്കെ. അപ്പൊ എവിടെയോ അത് കണ്ടപ്പം അഖിലെന്ന് പറഞ്ഞ ഒരാളുടെ ഉള്ളില് മറ്റുള്ളവരെ ചിരിപ്പിച്ച് അവിടെ ഒരു സ്ഥാനം എടുക്കണം എന്നാണ് ആഗ്രഹം വന്നിരിക്കുന്നത്. ചില ആൾക്കാർക്ക് ആക്ട് ചെയ്യണം എന്നുള്ളതായിരിക്കാം, ചിലർക്ക് പാടണം എന്നുള്ളതായിരിക്കാം. അതൊന്നും അഖിലിന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. ഇല്ല, അല്ല, ഇവരുടെ പാട്ട് ഈ അമ്മ ഇടയ്ക്ക് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവിട്ടായിരുന്നു. ആ, പക്ഷെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പഠിച്ചില്ല.
ഓക്കേ. നടന്നില്ല. സ്കൂളില് ഇതുപോലത്തെ ഇത്രയും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളെ എന്നൊക്കെ പറയുമ്പോൾ ചില സ്കൂളില് ടീച്ചേഴ്സ് സ്പെഷ്യലായിട്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കും. മാക്സിമം ഇന്നിപ്പം നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തന്നെ വളരെ സ്മാർട്ടാണ്. കാരണം വളരെ യങ് ഏജ് മുതൽ തന്നെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് അതുപോലെയാണ്. സ്റ്റേജ് ഫിയർ മാറ്റാനായിട്ട് മാക്സിമം ഒരു സപ്പോർട്ട് അത്യാവശ്യം നല്ല സ്കൂൾസിൽ നിന്നെല്ലാം കൊടുക്കാറുണ്ട്. അഖിലിന് അങ്ങനത്തെ ഒരു സപ്പോർട്ട് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ലേ? സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം പ്രശ്നം അറിയോ? ആൾക്കാര് കമ്പയർ ചെയ്ത് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പം സ്കൂളിൽ ഒരു നല്ല രീതി ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവന് മാത്രം കൈയടി കിട്ടുമ്പോൾ ഇപ്പം നമുക്ക് തോന്നും ഇതുപോലെ നമുക്ക് കിട്ടുന്നില്ലല്ലോ. ഓ. അപ്പം അത് നമ്മൾ അപ്പം അതുപോലെ ആവാൻ വേണ്ടി ശ്രമിച്ച് നമ്മൾ പോയി ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ഉം. പക്ഷെ അത് നമ്മളായിട്ടല്ല ചെയ്യുന്നത്. ഈ പറഞ്ഞിട്ട് ഉം. എനിക്ക് ഈ പറഞ്ഞ ടീച്ചേഴ്സ് ഇതുപോലെ പ്രോഗ്രാം ഒക്കെ വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ എന്തൊരു സംഭവമൊക്കെ വരുമ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടി പറയും. ചിലപ്പോൾ ഞാൻ മുന്നോട്ട് ചെല്ലും. പക്ഷെ അവിടെ നിന്ന് ഈ വിറയലാണ്. ഞാനായിട്ടല്ല ചെയ്യുന്നത്. പക്ഷെ അത് യൂസ്ലെസ് ആണ്. ഉം. ടീച്ചർമാർ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതുപോലെ നിനക്ക് പറ്റുന്ന രീതി ചെയ്താൽ മതി. അവരെ നോക്കണ്ട, ആരെയും നോക്കണ്ട. അങ്ങനെ ഒരു രീതി പറഞ്ഞ് കുട്ടികളെ കുറച്ചുകൂടെ കൺവിൻസ് ചെയ്താൽ കുറച്ച് ബെറ്ററാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പറഞ്ഞിട്ട് ഒരാളെപ്പോലെ ആവാൻ ശ്രമിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഉം. കൊച്ചിലോട്ടായാലും എനിക്ക് ഉള്ളിലുള്ള സംഭവമായിരുന്നു. ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നല്ലൊരു പാട്ട് പാടുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കിറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ നോക്കുമ്പോൾ അവരുടെ കൂട്ട് നമ്മളാവണം. അങ്ങനെ ശ്രമിക്കും. അങ്ങനെ അതേപോലെ തന്നെ പെർഫോം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം. നമ്മളായിട്ട് ഇന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് അന്നൊക്കെ ടീച്ചർമാർക്ക് പറഞ്ഞു തന്നപ്പോൾ ഇപ്പം റിയലൈസ് ചെയ്യുന്നത്. അന്ന് ടീച്ചർമാർക്ക് പറഞ്ഞു തന്ന് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ഒരുപാട് കൂട്ടുകാരുണ്ടോ? ഫ്രണ്ട്സ് ഈ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളവർക്ക് ഫ്രണ്ട്സ് അധികം കുറവായിരിക്കും. ആ. ഫ്രണ്ട്സ് എനിക്ക് അത് ആഗ്രഹമാണ്. ഫ്രണ്ട്സ് വേണം. എപ്പോഴും ഈ പറഞ്ഞ വിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ചില്ല് ചെയ്യുക, കൗണ്ടർ എനിക്ക് പറയുക, ഒരുപാട് കൗണ്ടർ ചിരിക്കുക, ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല ഈ പ്രാക്ടിക്കലി പണ്ട് തീരെ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞ് ഒരു 10, 25 എന്തോ ഒരു സംഭവം മക്കളിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അല്ലേ? ഒരുപാട് ആഗ്രഹിക്കുമ്പോഴും എവിടെയോ എന്തോ ഒരു സാധനം അഖിലിനെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഞാൻ പോലെ. ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ലല്ലോ ഇഷ്ടപ്പെട്ടില്ലല്ലോ. അല്ലെ ഇപ്പൊ ഒരു കോമഡി പറയുമ്പോൾ ആൾക്കാർ ചോദിച്ചില്ല അയ്യോ നാണങ്ങനെ ആ ഒരു മെന്റാലിറ്റി ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളില്. ഉള്ളിലുണ്ട്. ആ ഒരു കോൺഫിഡൻസ് കമ്മി വരികയാണ് എവിടെയോ ഉള്ളില്. ഉം. അതുകൊണ്ടാ ഞാൻ ചോദിക്കുക. ഇപ്പൊ തന്നെ എത്ര അധികം വീഡിയോസ് ചെയ്തു. എത്ര ലൈക്സ് ആണ് ഓരോ വീഡിയോയ്ക്കും കിട്ടുന്നത്. അതിൽ നിന്ന് തന്നെയും അഖിലിന് കുറച്ചും കൂടെ കണ്ടോ? അപ്പൊ എന്റെ വീഡിയോസ് ആൾക്കാർക്ക് ഇഷ്ടാവുന്നുണ്ട്. ലൈക്ക് ഉണ്ട് ഇത്ര അപ്പൊ തന്നെ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുന്നില്ലേ? ഇല്ല. ഇല്ലേ? അല്ല എന്നെ കുറിച്ച് എല്ലാവരും നല്ലത് പറയണം. എല്ലാവരും നല്ലത് പറഞ്ഞാൽ കോൺഫിഡൻസ് ലെവൽ കൂടും. പക്ഷെ അത് കുറച്ച് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനിപ്പോൾ അതായിരിക്കും ആലോചിച്ചോണ്ടിരിക്കുക. അല്ല അപ്പൊ ചിന്തിക്കാറ്. ഞാൻ മുമ്പേ ഓർത്ത് ചോദിക്കാൻ. നെഗറ്റീവ് കമന്റ്സ് അപ്പൊ ഒരുപാട് പെട്ടെന്ന് തളർത്തുമായിരിക്കും അല്ലേ? പണ്ട് നല്ലോണം തളർത്തുമായിരുന്നു. പക്ഷെ ഈ കണ്ട് 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 ഇപ്പൊ എനിക്ക് ശീലമായി. യൂസ്ഡ് ആയി. നോക്കും. കമന്റ്സ് എല്ലാം എല്ലാ നോക്കും. കമന്റ്സും വായിക്കും. എല്ലാ കമന്റ്സും വായിക്കും. റിപ്ലൈ അയക്കോ? ഇല്ല മനസ്സിൽ 2 റിപ്ലൈ പറയുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ആ. പിന്നെ കളയും. വെറുതെ എന്തിനാ? ചിലപ്പോൾ ഇതിനു മുമ്പ് ആൾക്കാരെ ബ്ലോക്ക് ചെയ്യുമായിരുന്നു. ആ. നെഗറ്റീവ് കമന്റ്സ് അയക്കുന്നവരെ. എനിക്കിന്ന് 10,000 അല്ല 1000 ഉണ്ടെങ്കിൽ ആൾക്കാരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിരിക്കും. ഓക്കെ. ഇപ്പൊ കാരണം അതെന്താ പറയുക ട്രെൻഡ് പോലെ വരും. കാരണം കുറച്ച് ആൾക്കാർക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ഇഷ്ടമല്ല. ഹാ. അപ്പോൾ അവർ വന്ന് സ്ഥിരം എല്ലാ വീഡിയോയ്ക്കും സെയിം കമന്റ് ഇടും. ഹാ. അപ്പോൾ ഇത് കണ്ടിട്ട് ചിലപ്പോൾ ആൾക്കാർ ഇൻഫ്ലുവൻസ് ആയിട്ട് അവർക്ക് തോന്നും ഇപ്പം എന്തോ കൊള്ളത്തില്ലേ. കൊള്ളത്തില്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ടല്ലോ തോന്നുന്നു അപ്പോൾ എന്തോ ഒരു കുറവുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ആ. ഇപ്പോൾ പല ബ്രാൻഡ്സ് ആണെങ്കിൽ പോലും കുറേ ആൾക്കാർ വന്നിട്ട് പറയും ഇതുപോലെ നല്ല വലിയ വലിയ ആൾക്കാർ വന്ന് പറയും നല്ലതെന്ന് പറയുമ്പോൾ ഉം. നമുക്കും തോന്നും കൊള്ളത്തില്ലെങ്കിലും കൊള്ളാവോ ഇനി നമുക്ക് മാത്രമാണ് തോന്നല്. അപ്പോൾ നമ്മൾ നല്ലത് പറയാൻ വേണ്ടി ചിലപ്പോൾ ചിലർ ശ്രമിക്കും. ആ. അതേപോലെ ഒരു പാറ്റേൺ കമന്റ് സെക്ഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ആൾക്കാരെ ബ്ലോക്ക് ചെയ്തുള്ളത്. പിന്നെ പ്രശ്നം അധികം ഉണ്ടായിട്ടില്ല. ഇപ്പൊ എങ്ങനെ കമന്റ് സെക്ഷൻ ഒന്നും അധികം എന്റെ കമന്റ് സെക്ഷനിൽ അങ്ങനെ നെഗറ്റീവ് കമന്റ് ഉം. അധികം അങ്ങനെ വരാറില്ല. ഉം. ഫേസ്ബുക്കിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ എന്നാലും ഇപ്പഴും നോക്കും. എല്ലാം നോക്കും. ഇപ്പഴും കണ്ട നെഗറ്റീവ് കമന്റ്സ് ഇപ്പഴും ബ്ലോക്ക് ചെയ്യുക അല്ലെ ഡിലീറ്റ് ചെയ്യുക. അതിപ്പോ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ആണോ? കറന്റ്ലി ഇപ്പൊ ഞാനങ്ങനെ ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല. വായിച്ചങ്ങ് പോവുക മാത്രം. വായിച്ച് 2 വട്ടം വായിക്കും. ആ. ഇപ്പൊ മനസ്സിലായി ഇത്രയേ ഉള്ളൂ. ആ. പിന്നെ അങ്ങനെ ഒരു സ്റ്റേജിലോട്ടായി കുറെയൊക്കെ. അപ്പം വീട്ടില് അമ്മയ്ക്കും അച്ഛനും അഖിലിന്റെ ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു എന്തോ ഒരു ബ്ലോക്ക് ഒരു ഇതുണ്ടല്ലോ. ഉം. അത് അവർക്ക് മനസ്സിലായപ്പം അവര് മോനെ കാരണം അഖിലിന് നല്ല രീതിയിൽ ആവണം, ഫ്ലറിഷ് ചെയ്യണമെന്നും ഇതെല്ലാം അച്ചീവ് ചെയ്യണമെന്നും ഉള്ളിൽ അത്രയും ആഗ്രഹവും ഉണ്ട്. ഞാനിത് ആരെയും കാണിക്കാറില്ല. അമ്മയോടും പറയാറില്ലേ? ഞാൻ ആരോടും പറയാറില്ല. എനിക്കിങ്ങനെ ഇതുണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു എന്നെ ആൾക്കാർ മോശമായിട്ട് കാണുമോ ആ ഒരു ചിന്താഗതിയായി. ആരോടാ മനസ്സ് തുറക്കാറ്? ഞാൻ എന്നോട് തന്നെ മനസ്സിലാക്കാറില്ല അങ്ങനെ കൂടുതലായിട്ട്. ഇപ്പൊ എന്റെ വൈഫിന്റെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറയും.
അല്ലാതെ വീട്ടിൽ അമ്മ അച്ഛനും ഈ ഇടയ്ക്ക് ഇതൊക്കെ പറഞ്ഞു, അമ്മ എനിക്ക് ഇതുപോലെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അങ്ങനെ മറച്ചു വെക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഇതുപോലെ എനിക്ക് ഇതുപോലെ വേറെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അച്ഛൻ പറയട്ടെ നല്ല അവിടെ സ്റ്റേജിലൊക്കെ കയറുമ്പോൾ നല്ല ഇതുകൊണ്ട് അച്ഛൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതി നിൽക്കുവാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ കുറച്ചുകൂടെ ടെൻസ്ഡ് ആവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനായിട്ട് ഇന്ന് ഈ പറഞ്ഞ പ്രോഗ്രാംസിലൊക്കെ കുറേ ഇരുന്നപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല, കൂളാണ്. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഒരു കൂൾ, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ല സംസാരിക്കുന്ന ഇതിലൊക്കെ ആ രീതി പോകാൻ ഇഷ്ടം. എന്നാ ഒരു അഡ്വൈസർ, ഒരു 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 കൗൺസിലറിന്റെ ഒരു ഹെൽപ്പ് എടുത്തൂടെ? ഇപ്പം കാരണം അവർക്ക് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അഖിൽ. പറ്റും, പക്ഷെ എനിക്കിപ്പം സ്വന്തമായിട്ട് അച്ചീവ് ആയെന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. ഉം. എനിക്കിപ്പോൾ പ്രശ്നമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ജീവിതത്തിൽ ഓരോരുത്തരും പഠിച്ചു വേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ടൈം എടുത്തായിരിക്കും നമുക്ക് കൗൺസിലിംഗ് ആളുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞു തരും, അല്ല ഇന്ന പോലെ നീ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മാറാന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ഉം. തരും. പക്ഷെ ടൈം ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും മനസ്സിലാവും. ഇപ്പം എനിക്ക് മനസ്സിലായി ഇതുപോലെ എന്തുകൊണ്ടാണ് എനിക്ക് അന്ന് കമ്പയർ ചെയ്യാൻ പാടില്ല ആൾക്കാരെ. നിനക്ക് നിൻ്റെ ആയിട്ടുള്ള കഴിവുണ്ട്, ഉം. അത് വെച്ച് മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ ഒരിക്കലും മറ്റൊരാളാവാൻ നമുക്ക് പറ്റത്തില്ല. ഉം. റിയലൈസ് ചെയ്യുക, അഖിൽ എന്ന് പറയുന്ന വ്യക്തി അഖിൽ തന്നെയാണ്, മറ്റൊരാളാവാൻ പറ്റത്തില്ലെന്ന് റിയലൈസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളത്. ഇപ്പോൾ അത് റിയലൈസ് ചെയ്തപ്പോൾ മാക്സിമം ഞാനായിട്ട് തന്നെ നിന്ന് ഉം. മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നമില്ല എനിക്ക്. എന്താണ് ഈ NRD? നൂറിനാട്. അത് ഒരു ആൾക്കാർ ഇതുപോലെ ചോദിക്കും. എന്താണ് ഈ NRD എന്നറിയാൻ അതിന് വേണ്ടിയിട്ട് കോൺഷ്യസ്ലി ആണോ അഖിൽ NRD എന്നുള്ള പേര് അങ്ങനെ ഇട്ടത്? അല്ല, അന്ന് ഈ പറഞ്ഞിട്ട് പല ആൾക്കാരും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമൊക്കെ പേജ് തുടങ്ങുമ്പോഴേ ആ. എന്നാടി ചേർക്കാറുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ. ഓ. അങ്ങനെ ഞാനും ചേർത്താ ഓ. അങ്ങനെ അങ്ങ് വന്നു പോയതാണ്. പോയതാ. ഓക്കെ. പിന്നെ അതങ്ങനെ ചില ആൾക്കാർ വിചാരിക്കും ഇതൊരു കുടുംബ പേരാണോ NRD ഉം. ചോദിക്കാറുണ്ട്. ഉം. അതോ ഇനിയും ഈ പറഞ്ഞോട്ടെ അച്ഛൻ്റെ പേരിൻ്റെ ആ. ഷോർട്ട് ഫോം ആണോ അല്ല. ആ. അതൊന്നല്ല. ഇങ്ങനെ അങ്ങ് അപ്പൊ നൂറനാട് എന്നുള്ളതിന്റെ ഇത് തന്നെ ഇട്ടതാണ്. കോൺഷ്യസ്ലി അഖിലായിട്ട് കണ്ടുപിടിച്ചിട്ടതൊന്നും അല്ല. ആ നാട്ടുകാരുടെ ഒരു ഒരു എന്താ പറയാ ഒരു രീതിയാണ് അതെ അല്ലേ? ഒരു അതെ. ശൈലിയാണത്. എന്നുവെച്ചാൽ അവരുടെ പേരിൽ ഇടാറുണ്ട്, ഇൻസ്റ്റഗ്രാമിലൊക്കെ അവരുടെ പേര് ഉം. ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ NRD ഇടാറുണ്ടായിരുന്നു നേരത്തെ. ഉം. അങ്ങനെ കണ്ട് ഞാനും അങ്ങ് ഇട്ട്. ഓ. പിന്നെ അതങ്ങ് ട്രെൻഡായിട്ട് ഇങ്ങനെ. ഓക്കെ. ഇതേപോലെ തന്നെ നമ്മളെല്ലാവരും ഇരികെ നീട്ടി പെട്ടെന്നൊരു ഒരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് വാഴയിലൂടെ ഹാഷിർ. ഉം. ഹാഷിറിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഉണ്ട്. പക്ഷെ സിനിമയിലും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വാഴ അങ്ങ് ഹിറ്റ്. ഹിറ്റാവുകയും ചെയ്തു. ഹാഷിറിന് കിട്ടിയ ഒരു ഒരു വേൾഡ് വൈഡ് എന്ന് പറയാം അല്ലേ? ഹാഷിറിന് കിട്ടിയിരിക്കുന്ന ഒരു ആക്സെപ്റ്റൻസും ഇതെല്ലാം. ഉം. ഇപ്പോ ഇതാ അതേപോലെ തന്നെ എല്ലാവരും പ്രതീക്ഷയോടെയാണ് മഹാരാജ ഹോസ്റ്റലും നോക്കിയിരിക്കുന്നത്. ആ ഒരു കമ്പാരിസൺ അഖിലിനെ വീണ്ടും തളർത്തുന്നോ? വീണ്ടും ഡൗട്ട്ഫുൾ ആക്കോ? ടെൻഷൻ തരുവോ ചെയ്യുന്നുണ്ടോ? അതെന്തായാലും എനിക്ക് ടെൻഷൻ എന്തായാലും തരുമല്ലോ, കാരണം കമ്പാരിസൺ വരുമ്പോൾ എന്തായാലും തെറിവിളി എനിക്കായിരിക്കും. കാരണം ഹാഷിറിൻ്റെ കൂട്ട് എനിക്ക് ഒരിക്കലും ആവാൻ പറ്റത്തില്ല. ഹാഷിറിന് ഇതുപോലെ നല്ല ടാലൻ്റ് ഉണ്ട്. എന്തുകൊണ്ട് എപ്പോഴും അങ്ങനെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യണേ? എനിക്ക് ഹാഷിറിനെക്കാട്ടിലും ബെറ്റർ ആവാൻ പറ്റും. എനിക്കെന്താ അറിയോ, ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് ചെയ്ത് കാണിക്കുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ്നെസ് ഉണ്ടല്ലോ, പക്ഷെ എനിക്കതാ എന്നാലും ഇഷ്ടം. ആണോ? ലൈക്ക് ഇപ്പം ഞാൻ ഇപ്പോഴൊന്ന് പറയാം ഇതുപോലെ. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ പോസിറ്റീവ് ആണ്. ഞാൻ പുറമെ അതിനുവേണ്ടി വലിയ ഇന്നസെന്റ് ആയിട്ട് നിക്കാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ എന്ന് പറയാം, എനിക്ക് ഇതുപോലെ ഭയങ്കര സ്റ്റേജ് ഫിയർ കാര്യങ്ങളും എനിക്കുണ്ട്. ഹ, അവിടെ ഞാൻ തന്നെ ബ്രേക്ക് ചെയ്യുകയാണ്. എനിക്ക് എനിക്ക് ഈ പ്രഷറുള്ള ഞാൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഹ, പക്ഷെ എനിക്ക് കുറച്ച് നല്ല പെർഫോം ചെയ്യാൻ പറ്റും, ഉള്ളിൽ നിന്ന് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഹ. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അല്ലാതെ എനിക്ക് പെർഫോം ചെയ്ത് കഴിയുമ്പം അല്ലാതെ കിട്ടുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഉം. അത് കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇപ്പം ആശ്വറിൻ്റെ കൂട്ട് എനിക്ക് ആവാൻ പറ്റത്തില്ല, റിയാലിറ്റിയാണ്. പക്ഷെ എനിക്കതോട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും, പക്ഷെ ഞാൻ ശ്രമിക്കും ശ്രമിക്കും. ശ്രമിക്കും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടൊരു ശ്രമത്തിലൂടെ അതിൽ കിട്ടുവാണെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു വാല്യൂ ഉണ്ടാവില്ലേ. ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുക, എന്നിട്ട് മാക്സിമം നമ്മൾ ബെറ്റർ ഔട്ട് കൊടുക്കാൻ നോക്കുക, ശ്രമിക്കുക. ശ്രമിക്കുക. പക്ഷേ ഒരുപാട് ഇപ്പോഴത്തെ സ്റ്റഡീസ് ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നത് നമ്മൾ തന്നെ നമ്മളെ കൊച്ചാക്കി കാണരുത്. നമ്മുടെ ഇപ്പം എന്തുകൊണ്ടാണ് അഖിൽ അങ്ങനെ പറയണതെന്ന് ഇപ്പം എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ എല്ലാവരും പറയുന്നത് വെച്ചാൽ നമ്മൾ അങ്ങനെ പറയരുത്. ഉം. നമ്മൾ ബെറ്റർ ആണ്, നമ്മൾ ബെസ്റ്റ് ആണ്, നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും, അങ്ങനെ തന്നെ നമ്മൾ പറയുള്ളൂ. ഒരു രീതിയിൽ പോലും നമ്മൾ മോശമാണെന്നോ എന്നെക്കൊണ്ട് അത് പറ്റില്ലാന്നോ ആ ഒരു നെഗറ്റീവ് സാധനം നമ്മൾ പറയരുത് എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മനസ്സിനോട് പറയലെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഉം. എൻ്റെ മനസ്സിനോട് പറയരുത്. എൻ്റെ മനസ്സിൽ ഞാൻ ബെറ്റർ ആണ്, ഞാൻ ഉം. എനിക്ക് ഞാൻ ആരെക്കാളും മോശമല്ലെന്നാണ് എൻ്റെ ഉള്ളിൽ തന്നെ. ഉം. പക്ഷെ പുറത്തോട് പറഞ്ഞാൽ കുഴപ്പമില്ല. കുഴപ്പമില്ല. അതാണ് ഒരു സേഫസ്റ്റ് സൈഡ് എടുത്ത് വെക്കുകയാണ്. ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത ആൾക്കാർക്ക് വലിയൊരു അവരെ കൊണ്ട് അധികം എന്താ പറയാ പ്രതീക്ഷ വെക്കാണ്ടിരിക്കുന്ന സമയത്ത് അതാണ് ബെറ്റർ. ആദ്യം പ്രതീക്ഷ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സംഭവം കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ നെഗറ്റീവ് ലോ പ്രൊഫൈൽ അല്ലെങ്കിൽ പറഞ്ഞ ആ രീതിയിൽ തന്നെ പോകുന്ന ഏറ്റവും ബെറ്റർ. ഈ സിനിമയിൽ ആഗ്രഹിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഈ പറഞ്ഞിട്ട് തുടക്കത്തിൽ സിനിമയിൽ എനിക്ക് കാണുമ്പോൾ രസമുണ്ട്. ഹ. സിനിമയിലോട്ട് വരണം എന്നുള്ളൊരു സംഭവമില്ല. ഈ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമാണ്, പക്ഷേ സിനിമയിലോട്ട് വരണം എന്നുള്ളൊരു ഒരു ആഗ്രഹം
അങ്ങനെ അധികമായിട്ടില്ലായിരുന്നു. ഇല്ലായിരുന്നു. വീഡിയോ തന്നെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ആ. പക്ഷെ പിന്നെ കൊച്ചിലെന്തോ എങ്ങനെയാണ് ഇതുപോലെ സീരിയലിൽ എന്തോ അഭിനയിക്കാൻ വേണ്ടി ഒരു സംഭവത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ, അതെനിക്ക് ഓർമ്മയുണ്ട്. ചെയ്തിട്ടില്ല എന്നിട്ട്? ഉം. കാരണം ഈ പറഞ്ഞ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുള്ളൂ. അന്നൊക്കെ ഈ ഫോട്ടോ ടിവിക്കകത്ത് വരുമല്ലോ, ആ, സൂര്യക്കകത്ത് വരുമല്ലോ, ഇതുപോലെ ആ, ഇന്ന പോലെ സീരിയലിനകത്ത് പിള്ളേരെ ആവശ്യമുണ്ടെന്നൊക്കെ ആ. പറഞ്ഞ്. അപ്പോൾ ഞാൻ ചുമ്മാ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ഓ, അഖില് തന്നെ അയച്ചു കൊടുത്തു. ഞാൻ തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. സെലക്ഷൻ വല്ലതും വിളിക്കുകയോ വല്ലതും ചെയ്തിരുന്നോ? ഇല്ല. ഇല്ല. വിളിച്ചാലും മിക്കവാറും പോകത്തില്ല. പോകുന്നില്ല. മിക്കവാറും പോകത്തില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ ആശകളായാലും ചെയ്തു? ആവേശം വന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. അല്ല, ആവേശത്തിന്റെ കേസ് എന്ന് പറയുമ്പോൾ അത് ഇതുപോലെ ഇന്നൊരു സംഭവമുണ്ട്. ചിലപ്പോൾ അത് കിട്ടാതിരിക്കാം റോള്. ആ. വരാൻ പറഞ്ഞു, ഇതുപോലെ നമുക്ക് നോക്കാം. ഉം. വരാൻ പറഞ്ഞു. അതാണ് അന്ന് സംഭവിച്ചത്. ഉം. പക്ഷെ ആൾക്കാർ പലരും പറഞ്ഞു വിട്ടു, ഇതുപോലെ മല്ലാനത്തെ മെയിൻ റോള് ഞാനാണ് ചെയ്യേണ്ടത്. അതുപോലെ അങ്ങനെയൊന്നും അല്ല. ഒരുപക്ഷെ അത് ഉം. കിട്ടാതിരിക്കാം. പക്ഷെ ഞാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിയേനെ. ഓ, പോയതേ ഇല്ല. ഇല്ല, അതിന്റെ കാര്യത്തിൽ ഞാൻ പോയില്ല. ഇത് എഗെയിൻ ആ ഒരു അവര് മെന്റൽ എനിക്ക് ബ്ലോക്ക്. ഈ പറഞ്ഞ അവർ കുറെ ആൾക്കാരെ വിളിച്ചു. സോഷ്യൽ മീഡിയയിലുള്ള അന്ന് കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഉം. വളരെ കുറച്ച് ആൾക്കാരെ വീഡിയോസ് ഒക്കെ അന്ന് ചെയ്യുന്നുള്ളൂ. ആ. കുറെ ആൾക്കാരോട് നോക്കി വിളിച്ചു. ഉം. അപ്പം അതിലൊരാൾ ഞാനായിരുന്നു. ഒരുപക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പം കിട്ടാം. ഉം. കിട്ടാൻ ചാൻസും ഉണ്ട്. പക്ഷെ എനിക്കന്ന് അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഇതായിപ്പോയി. കാരണം ഒരുപക്ഷെ ഞാൻ പോയിരുന്നു കുറച്ചുകൂടെ ഒന്ന് അവിടെ പോയി ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ കിട്ടിയേനെ. ആവേശം തിയേറ്ററിൽ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയൊരു ആവേശം തന്നെയായിരുന്നു ഉം, അല്ലേ? ഉം. അപ്പൊ അത് മിസ് ചെയ്തായിട്ട് തോന്നിയില്ലേ? തോന്നി. ഞാൻ അതിന് പോകണമായിരുന്നു അതിന് എന്ന് ശേഷമാണ് തോന്നി. എല്ലാവർക്കും മെസ്സേജ് ഇട്ട് തുടങ്ങി, സിനിമയുടെ ആഗ്രഹം വീണ്ടും വന്നത്. വീണ്ടും വന്നു. ഇനി ഒരു ചാൻസ് പോലും മിസ് ചെയ്യരുത് എന്ന് മനസ്സിൽ അന്ന് എഴുതി വെച്ചു അല്ലേ? ഉം. പിന്നീട് അപ്പൊ ആശകളായിരത്തിലേക്ക് എങ്ങനെ എത്തി? ആഴ്ചകളായിരത്തി ഇതുപോലെ ഇതിന് ശേഷമാണല്ലോ ഞാൻ എല്ലാവർക്കും മെസ്സേജ് തുടങ്ങി. ഓക്കെ. ഇതുപോലെ എന്നിട്ട് ഇതുപോലെ സ്ക്രിപ്റ്റിന്റെ പരിപാടി തുടങ്ങി. സ്ക്രിപ്റ്റ് കഥകൾ നോക്കിയിട്ടേ ഉം. എഴുതിയിട്ട് കുറെ ആൾക്കാരൊക്കെ പറയാം. അപ്പോൾ കുറച്ച് ബന്ധങ്ങളൊക്കെ ആവുമല്ലോ. ഉം. അങ്ങനെ ജൂഡേട്ടനെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൂഡേട്ടനൊക്കെ നല്ല പെട്ടെന്ന് ഉം. റിപ്ലൈ തരികയും ഈ പറഞ്ഞോട്ട് വാട്സാപ്പ് മെസ്സേജ് ചെയ്തു. ഉം. അങ്ങനെ ജൂഡേട്ടനാണ് ഈ പറഞ്ഞിട്ട് ആശകളായിരത്തിലേക്ക് വിളിച്ചത്. ഉം. പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് വിളിച്ചിട്ട് ഇതുപോലെ അതിലൊരു റോളുണ്ട്, വന്ന് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞെട്ടിപ്പോയി. ഇതുപോലെ കുറേ ആൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആഗ്രഹം കിടക്കുവാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആ ചേട്ടാ ചെയ്യാം. ആ. അവിടെ പോയിരുന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് എത്ര മാത്രം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഉം. നോക്കാം, എനിക്ക് അതേ ഉള്ളൂ, വലിയ പ്രതീക്ഷ വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം അവിടെ ചെന്നപ്പോൾ തന്നെ പറഞ്ഞത്. ഉം. കുഴപ്പമില്ല, നമുക്ക് നോക്കാം, മടിയാവുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തു. മെർച്ചന്റ് നേവി പോലെ നല്ലൊരു പ്രൊഫഷൻ ജോലി ഉണ്ടായിരുന്ന, സ്ഥിരം കറക്റ്റായിട്ട് നല്ലൊരു ഇൻകം വരുന്ന ഒരു ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തി, വേറെ ഇതിനോടുള്ള ഒരു പാഷൻ കാരണം അത് വേണ്ടെന്ന് വെച്ചു അല്ലേ? ഉം, എന്നിട്ടൊരു റിസ്ക് എടുത്തു ലൈഫിൽ, ഉം, വെരി ഏർലി ഏജിൽ തന്നെ. ഉം, ഇന്നിപ്പോൾ ആ ഒരു എടുത്ത തീരുമാനത്തിൽ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുകയാണ്. ഉം, നല്ലൊരു വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഉം. ഒരു പക്ഷേ മെർച്ചന്റ് നേവിയിൽ കിട്ടിയതിനേക്കാളും ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവും. അത് ഡിപ്പെൻഡ് അപ്പോൺ പൊസിഷനാണ്. ഉം. അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ യാ, വല്ല ക്യാപ്റ്റനൊക്കെ പറയുമ്പോൾ, അതെ. ക്യാപ്റ്റനൊക്കെ ആണെങ്കിൽ 40 വയസ്സ് മണ്ടൊക്കെ ആവും. ഉം. ക്യാപ്റ്റനൊക്കെ ആണെങ്കിൽ 16 ലക്ഷം ഉം. 20 ലക്ഷം രൂപയൊക്കെ സാലറി വാങ്ങുന്ന ക്യാപ്റ്റന്മാരൊക്കെ ഉണ്ട് ഉം. പല കമ്പനീസിലും. അതെ. അപ്പോൾ ഇതുപോലെ അത്രയൊക്കെ ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ എങ്കിലും ഈ പറഞ്ഞ തൊട്ട് നമ്മുടെ കാര്യം നടന്നു പോകാനും ഉം. നല്ല രീതിയിൽ തന്നെ ജീവിക്കാനുള്ള സംഭവം എന്തായാലും കിട്ടുന്നുണ്ട്. എന്തായാലും വളരെ യങ് ഏജിൽ തന്നെ വേറെ ഈ പൈസ ഉണ്ടാക്കുന്നു. ഫൈനാൻസ് കാര്യങ്ങളെല്ലാം. പിന്നെ അച്ഛന്റെ ബിസിനസ്സിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടോ? അച്ഛൻ ചെറിയൊരു ബിസിനസ് നടത്തുന്ന അതെ. പ്ലംബിംഗ് ഇലക്ട്രിക് ഷോപ്പാ. അതെ. ഞാൻ നേരത്തെയൊക്കെ പോയിരിക്കുന്നു അവിടെ. കടയിൽ പോയിരുന്നിട്ടുണ്ടോ? പിന്നെ ആണോ? ഒരുപാട് നാളിരുന്നിട്ടുണ്ട്. അച്ഛന്റെ ആ ഒരു മണി മാനേജ്മെന്റ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ. ഈ അല്ലേ? ഷോപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഞാനും അച്ഛനും എല്ലാം കൂടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫുൾ ടൈം ഞാൻ ഉണ്ടായിരുന്നു അവിടെ. ഉം. അപ്പോൾ അതെല്ലാം തന്നെ ഏകദേശം എനിക്ക് കണ്ടിട്ടുണ്ട്. ഏകദേശം കുറേ ചെയ്തത് ഞാൻ തന്നെയാണ്. ഓ. ഓക്കെ. അപ്പൊ അതറിയാം. അറിയാം. അപ്പൊ എങ്ങനെയാണ് അഖിലിന്റെ ഒരു ഫൈനാൻഷ്യൽ ഒരു മാനേജ്മെന്റ് എങ്ങനെയാണ്? ഇല്ല. ഇപ്പോ യൂട്യൂബിലൂടെ തന്നെയാണേലും നല്ലൊരു ഇൻകം വരുന്നുണ്ട്. ഉം. അപ്പം അതെങ്ങനെയാ ഒരു യങ്സ്റ്റേഴ്സിന് ഒരു അഡ്വൈസ് കൊടുക്കാന്നുള്ള ആണെങ്കിൽ എങ്ങനെയാ അത് അല്ല, എനിക്കത് അഖിലിന് പറയാൻ പറയാൻ വെച്ചപ്പോൾ ഈ പറ്റുക? സോഷ്യൽ മീഡിയയിലേ ഉം. വരുന്ന പലരും ഇതുപോലെ ഒന്ന് റീച്ചായി കഴിയുമ്പോൾ ഇവരെ യൂസ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും വരും. ഉം. ലൈക്ക് ഇപ്പം ട്രാവൽ ആണെങ്കിൽ പോലും ആ, പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ അവരിപ്പോൾ ഇൻ റിട്ടേൺ ആയിട്ട് ഒരു കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇവരുടെ കുറേ ട്രാവൽ, പല സ്ഥലങ്ങളോട് സഞ്ചരിക്കുക, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരു ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഇവരാണെങ്കിൽ ചില ആൾക്കാരാണെങ്കിൽ ഇതെല്ലാം മറന്ന് ഇങ്ങനെ ആസ്വദിച്ചങ്ങ് പോകും ചിലപ്പോൾ. ഉം. അവർക്ക് ചിലപ്പോൾ അവിടുന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കുറേ കാര്യങ്ങൾ ചെയ്ത് വിജയിക്കാൻ പറ്റുന്നൊരു സ്റ്റേറ്റിലായിരിക്കും. പക്ഷെ അവരാണെങ്കിൽ ഈ പറഞ്ഞ വേറെ പല കാര്യങ്ങൾ കിട്ടുമ്പോൾ അത് മാറ്റി വെച്ചിട്ട്, സോഷ്യൽ മീഡിയ മാറ്റി വെച്ചിട്ട് അതിൻ്റെ പുറകെ അങ്ങ് പോകും. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ തൊട്ട് അതും ഇല്ലാതാവും ഇതും ഇല്ല. കാരണം ഇവർ ഈ റീച്ച് ഉണ്ടായിരിക്കും വന്നിരിക്കുന്നത്. റീച്ച് കുറയുമ്പോൾ ഇവരും കാണത്തില്ല. അതുകൊണ്ട് പ്രൈമറി ഫോക്കസ് നിങ്ങൾ ഈ പറഞ്ഞോട്ട് സോഷ്യൽ മീഡിയ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ ഇതിലും മെയിൻ ഫോക്കസ് കൊടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്.
ഈ പറഞ്ഞ ചില ആൾക്കാർ സിനിമയിൽ എന്ന് പറഞ്ഞ് സിനിമയാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ നിൽക്കും, എന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യും, എന്നിട്ട് സിനിമയുടെ കാര്യത്തിന് വേണ്ടി മാത്രം അങ്ങ് മാറിയിരിക്കും, സോഷ്യൽ മീഡിയ അങ്ങ് മാറ്റി വെക്കും. പക്ഷെ അത് ഭയങ്കര റിസ്ക് ആണ്. കാരണം സിനിമ ഈ പറഞ്ഞു വിട്ട് എത്ര നാൾ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ അവിടെ കുറച്ചുകൂടെ പ്രഡിക്റ്റബിലിറ്റി കൂടുതലുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൂടുതലുണ്ട്. പക്ഷെ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, പ്രഡിക്റ്റബിലിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പം നമ്മുടെ പ്രോബിലിറ്റി നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് മെയിൻ സംഭവം. അതേപോലെ തന്നെ ഈ പൈസ എങ്ങനെ മാനേജ് ചെയ്യണത്, അത് പ്രോപ്പറായിട്ട് സേവിങ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടോ? അത്യാവശ്യം സേവിങ്സും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ. ഇപ്പം എനിക്കിവിടെ ചിലവുകളുണ്ട്, കാരണം 7 പേര് കൂടെ വീഡിയോ ചെയ്യുന്നുണ്ട്, ചെയ്യാനായിട്ടും അങ്ങനെ കുറെ കാര്യങ്ങൾ എക്സ്പെൻസുകൾ കൂടുതലാണ്. പക്ഷെ എന്നാലും അത്യാവശ്യം സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ അധികം യാത്രകളൊന്നും പോകാത്തതുകൊണ്ട് അത്യാവശ്യം പൈസയൊക്കെ സേവ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സേവ് ആവുന്നുണ്ട്. ഓക്കെ. ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെയൊക്കെ പോകുന്ന ഈ ഒരു ലൈഫിൽ, അല്ലെങ്കിൽ ചില സമയത്ത് അഖിലിന് തന്നെ ഒരു എന്താ പറയാ, ഒന്ന് ബോറടിക്കണമെന്നോ അല്ലെങ്കിൽ ഒന്ന് ഡെസ്പായിട്ടിരിക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ ഒന്ന്, കാരണം യാത്ര അധികം ചെയ്യാറുമില്ല എന്ന് പറഞ്ഞു, അപ്പൊ എങ്ങനെയാണ് അതിനെ ഒന്ന് ഓവർകം ചെയ്യുന്നത്, എന്ത് ചെയ്യും? ഞാൻ ഈ ഇടയ്ക്ക് ചെയ്യുന്നത് ഞാൻ പോയി സിനിമയും കാണും. സിനിമ കണ്ട് 2 മണിക്കൂറുണ്ട്, ഏതെങ്കിലും നല്ല സിനിമ കാണും, കണ്ടു കഴിയുമ്പോൾ പിന്നെ മൈൻഡ് കൂളാവും. ഓക്കെ. ഇപ്പൊ സിനിമയാണ് ഏകദേശം ഒരു ഹോബി ആയിട്ട് കാണുന്നത്. ഇപ്പം കാരണം ഈ ഒരു ആഗ്രഹം വന്നതിന് ശേഷം സിനിമയിലൂടെ എനിക്കൊരു റിലീഫ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ആരാ? അങ്ങനെ വെച്ചാൽ എല്ലാവരെയും ഇഷ്ടമാണ്. ഫഹദ് ഫാസിലിനെ ഭയങ്കര ഇഷ്ടമാണ്. വേവ് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ആദ്യമേ ഈ പറഞ്ഞ തൊട്ട് നല്ല നെഗറ്റീവ് ആദ്യം ചെയ്ത റോള് നെഗറ്റീവായി, പക്ഷെ തിരിച്ചു വന്നിട്ട് ഇൻഡസ്ട്രിയിൽ ഹിറ്റായി, പുറത്ത് ഏറ്റവും ടോപ്പ് കയറി. നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണമെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയിൽ. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടത്. അപ്പൊ 2 വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്, കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോൾ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയിൽ എന്തെങ്കിലും ഇതുകൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ, എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ, ആവാൻ പറ്റുന്നത്. ഓക്കെ. ഇപ്പം അഖിലിന് ഇപ്പൊ സിനിമയിലേക്കും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ട് സർക്കിൾ കുറച്ചും കൂടെ വലുതായി തോന്നുന്നുണ്ടോ? നമ്മൾ ബിസി ആവുന്നതനുസരിച്ച് ഫ്രണ്ട് സർക്കിൾ കുറേ ചെയ്യുന്നത്. കാരണം ആൾക്കാരോട് മിണ്ടാനുള്ള സമയം കുറച്ച് പിന്നെ വരുമ്പം ഈ പറഞ്ഞോട്ട് ഇപ്പൊ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ കുറെ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ കുറച്ച് ഫ്രണ്ട് സർക്കിൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്ര നാളെ നിലനിൽക്കും എന്ന് പോകാൻ പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ഓഡിഷന് വേണ്ടിയിട്ടാണെങ്കിലും ചാൻസസിന് വേണ്ടിയിട്ടാണെങ്കിലും അഖിലും അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയല്ലോ, ചെയ്യുന്നുണ്ട് അല്ലേ, കുറച്ച് നാളായിട്ട്. ഈ പോയ വഴിയിലേക്ക് എപ്പോഴെങ്കിലും അഖിലിനെ ഒരു റിജക്ഷനോ, അഖിലിനെ മാറ്റി നിർത്തപ്പെടുക ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞോട്ട് ചിലപ്പോൾ ചില പ്രൊമോഷൻസ് ഒക്കെ ഞാനിങ്ങനെ പൈസ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് പൈസ വാങ്ങാതെ പോലും പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട് പല സിനിമകളുടെയൊക്കെ. ഇപ്പൊ ഞാനവിടെ ഇൻ റിട്ടേൺ ആയിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ട് എന്തെങ്കിലും റോളൊക്കെ വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി, കുഴപ്പമില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചില ജൂനിയർ ആർട്ടിസ്റ്റിന്റെ റോളിന് പോലും ആരും വിളിച്ചിട്ടില്ല. ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ വിളിക്കാം, അഭിനയിക്കാൻ അറിയാവോ ഇല്ലാതെ രണ്ടാമത്തെ കാര്യം. ജസ്റ്റ് വിളിച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ സൈഡിൽ നിൽക്കുന്ന റോളോ വേണമെങ്കിൽ തരാമായിരുന്നു. പക്ഷെ അങ്ങനെ ആരും തന്നിട്ടില്ല. കുറെ ആൾക്കാർ തന്നില്ല. പക്ഷെ ചില ആൾക്കാർ അതിന് വ്യത്യസ്തം കേട്ടോ. കാരണം ചില ഡയറക്ടർമാരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യും, അവർ ഓർമ്മയിൽ വെക്കും. പക്ഷെ ചില ആൾക്കാർ ആ ഒരു മൊമെന്റ് അവർക്ക് ഇന്ന പോലെ പ്രൊമോഷൻ കിട്ടണം, അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ചിലപ്പോൾ അവിടെ അന്നേരം പറയുമല്ലോ നിന്നെ അടുത്ത സിനിമയിൽ വാഗ്ദാനങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആൾക്കാരെ പഠിക്കാൻ പറ്റി പറയാം അവിടെ. എല്ലാവരും അങ്ങനെ അല്ല. അവർ ഈ പറഞ്ഞിട്ട് ആവശ്യത്തിന് വരുമ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ ആവശ്യം ആ സിനിമ അവിടെ വിജയിക്കണം. ഇവിടെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല.
അതിൽ നിന്നും അങ്ങനെ അല്ലാത്ത ആൾക്കാരെയും കണ്ടിട്ടുണ്ടല്ലോ. ഒരുപാട്. അങ്ങനെ അഖിലിന് ആദ്യമായിട്ട് വലിയൊരു അഭിമാനം തോന്നിയത്, അല്ലെങ്കിൽ ഒരു ഒരു വല്ലാത്തൊരു റെസ്പെക്ട് തോന്നിയ ഏതൊരു വ്യക്തിയോടായിരിക്കും? ഷൈജു ഗുരു, ആണോ? ഷൈജു ഏട്ടൻ. ഏത് അതെനിക്ക് മൂവിക്കാ? അത് മോഹിനിയാട്ടം ഉം, മൂവിയുടെ പ്രൊമോഷൻ പോയപ്പോൾ ഉം. ഏട്ടൻ്റെ അടുത്ത് വേണ്ടിയപ്പോൾ എനിക്ക് ഭയങ്കര, കാരണം എനിക്ക് തോന്നി, എനിക്കറിയത്തില്ല പുള്ളി പേഴ്സണലായിട്ട് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്ക് ഈസ് ജസ്റ്റ് ഭയങ്കര, ലൈക്ക് എന്റെ ഫാമിലി പോലെ എനിക്ക് തന്നെയാണ്. ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം ഭയങ്കര കണക്റ്റായി. ഉം. കുറച്ച് നേരം സംസാരിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഇങ്ങനെ വളരെ ജസ്റ്റ് ഉം. ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു. പക്ഷെ പുള്ളി ഭയങ്കര, നമ്മളെ കാണുന്ന രീതിയുണ്ട്, ആ, അത് റിയലാണ്, ഭയങ്കര റിയൽ. എനിക്ക് ഭയങ്കര റിയലായിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ, പക്ഷെ എനിക്ക് പേഴ്സണൽ അറിയത്തില്ല കേട്ടോ. ആ. എങ്കിലും എനിക്ക് ആ കുറച്ച് നേരം സംസാരിച്ച് റിയലായിട്ട് തോന്നിയ ഒരു വ്യക്തി ചേട്ടൻ മാത്രമേ ഉള്ളൂ. മോഹിനിയാട്ടം എപ്പോൾ മെസ്സേജ് റിപ്ലൈ ആയിരിക്കും കേട്ടോ. ഉം. സിനിമ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഏട്ടാ സൂപ്പർ ആയിട്ടുണ്ട് പറയുമ്പോൾ ഒരുപാട് നാൾ എനിക്ക് ആഗ്രഹം തോന്നി പുള്ളിയുടെ പടം വിജയിക്കണം. നമുക്ക് കാരണം ഉള്ളിൽ അതിനോട് നിൽക്കുന്ന, പേഴ്സണലുള്ള ഒരു ഇഷ്ടം. കാരണം ഒരു ടഫേ ഉള്ളൂ പുള്ളിയെടുത്ത്. ഉം. പക്ഷെ ഭയങ്കര ഇഷ്ടം. എനിക്ക് വളരെ മാത്രം, ജെനുവിനാ. എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ വന്നവർക്കായാലും ഉം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ ഉം. ക്യാരക്ടർ. ഒരു ജാടയില്ല, ഇല്ല, ഒരു ഇതുമില്ല. നമ്മളെ മാക്സിമം മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്ന ചെയ്യും. ഒരാളും കൂടിയാണ്. അത് ഒരുപാട് എന്തിനും പണ്ടൊരു ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നില്ല, ആ പക്ഷെ പുള്ളിയുടെ ഒരു വേ ഓഫ് കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. യാ വളരെ, ഞാൻ ഇപ്പൊ തന്നെ പറയും കേട്ടോ ശൈശന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇത് വന്നു ഞാൻ എന്ന്. ഷൈജേട്ടൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട് പലവട്ടം. ആണോ? ആ ഏട്ടാ ഇതുപോലെ ഞാൻ പല ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇത്ര ഇതായിട്ട് തോന്നിയ ഒരു മനുഷ്യരെ കണ്ടിട്ടില്ല. ഓക്കെ. ഇനി ഇത്തരത്തില് എത്രയോ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അഖിൽ ചെയ്തിട്ടുണ്ട് പല മൂവീസിന്റെയും. അത് വേറിട്ടൊരു കണ്ടന്റുമാണ് അഖിലിന്റെ പേജിലേക്ക് നോക്കുമ്പം. പക്ഷേ എന്നാൽ അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്തിട്ടാണോ അഖിൽ ഈ പ്രൊമോഷന് പോയത്? എനിക്കൊരു വേറിട്ടൊരു കണ്ടന്റും കിട്ടും, എന്നാൽ എനിക്കിങ്ങനെ സിനിമ ക്രൗഡുമായിട്ട് കുറെ പരിചയപ്പെടുകയും ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് വന്നാൽ എനിക്കും സിനിമയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യാലോ. ഉം. ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടാണോ മൂവി പ്രൊമോഷൻസിലേക്ക് എത്തിയത്? അതെ. ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഡാറ്റമാർക്ക് മെസ്സേജ് അയച്ചു തുടങ്ങി. ഹാ. ആ സമയത്തിന് അതിന് ശേഷമാണ് ഈ സംഭവം എല്ലാം വന്നു തുടങ്ങിയത്. പക്ഷെ ചില പ്രൊമോഷൻസിന് അഖില് പേയ്മെന്റും എടുത്തിട്ടുണ്ട്. ഉണ്ട്, അല്ലേ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ അതിനെ ഒരു ബിസിനസ് ആയിട്ടും കൂടെ അങ്ങനെ കാണുന്നുണ്ടായിരുന്നോ? കാണുന്നുണ്ട്. ഓക്കെ. 2 രീതിയും കാണുന്നുണ്ട്. പക്ഷേ ഉം. ചിലതിന് അത് വാങ്ങാതെയും ചെയ്തിട്ടുണ്ട്. ഉം. കൂടുതലും വാങ്ങി തന്നെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വാങ്ങാതെയും ചെയ്തിട്ടുണ്ട്. ഉം. പിന്നെ അതിന്റെ കേസാണ് പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനൊരു സംഭവം, പക്ഷെ അത് അവരുടെയും കുറ്റമല്ല. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഉം. ഓക്കെ. ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വീഡിയോസ് ചെയ്യുക. എടാ കള്ളാ, എനിക്കറിയാം. ഉള്ളിന്റെ ഉള്ളില് കറക്റ്റ് പ്ലാനിങ്ങോടെയാണ് സിനിമയിലാണ്. അഖില് പോണത്. സിനിമയിലാണ്. മൊത്തത്തില് കറക്റ്റ് പ്ലാനിങ്ങാ. പക്ഷേ ഇങ്ങനൊരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് എന്തിനെയൊക്കെയോ ഭയക്കാണ്. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വന്നില്ലെങ്കിൽ ആൾക്കാർ എന്നെ വീണ്ടും കളിയാക്കുമല്ലോ എന്നുള്ളൊരിതില്. അല്ല ഞാൻ അല്ല ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് അല്ല ഫിയർ എനിക്ക് അഖിൽ. ഉള്ളില് ഈ പറഞ്ഞ വിട്ട് സിനിമയാണെന്ന് ഒബ്വിയസ്ലി ആഗ്രഹമുണ്ട്. ഉം. എന്തായാലും മെർച്ചന്റ് നേവിയില് ജോലിക്ക് അത് പോയെന്ന് പോകത്തില്ല. തോന്നുന്നുണ്ട്. അല്ലല്ല. ഇനി അത് പോകുന്നുമില്ല. അപ്പൊ കണ്ടന്റ് തന്നെയല്ല. ഇനി അടുത്തത് മെയിൻ ബിഗ് സ്ക്രീൻ തന്നെയാണ് ലക്ഷ്യം. അതില് സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണെങ്കിലും ഒരുപക്ഷെ ഡയറക്ഷനും കാണുന്നുണ്ടോ മനസ്സില്? ആഗ്രഹമുണ്ട്. ഉണ്ട്. പക്ഷെ ഇതുപോലൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല. എന്നാലും ആഗ്രഹമുണ്ട്. ഉം. എനിക്ക് മറ്റേ ഇന്ദ്രൻ സേട്ടൻ്റെ വിട്ട് ഹാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ചെ ചെറിയ രീതിയിലുള്ള റോളൊക്കെ ചെയ്തിട്ടായാലും ഉം. കുറേ നാൾ കഴിയുമ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. ഉം. എൻ്റെ ആഗ്രഹം തന്നെ. പതിയെ 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 കയറി വരാൻ ശ്രമിക്കുക. അഭിനയിച്ച മനസ്സിലൊരു ഒരു ഒരു പ്ലാനിങ് വെക്കുന്നുണ്ടോ? ഇത്ര ഇയേഴ്സിനുള്ളിൽ ഞാൻ ഇത്ര അച്ചീവ് ചെയ്തിരിക്കണം. എന്റെ ഗോൾ ഇതാണ്. ഇന്ന ഇയേഴ്സ്. എന്താ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് അങ്ങനെ അങ്ങനെ ഒരു സംഭവം മനസ്സിലങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എനിക്കൊരു ഒരു ആഗ്രഹം ഇങ്ങനെ ഒരു ഒരു ഉള്ളിൽ നിന്നൊരു ചെറിയ സംഭവം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കൊല്ലത്തിനെങ്കിലും ഇടയ്ക്ക് സിനിമയിലൊക്കെ എന്തെങ്കിലും അറിയപ്പെടുന്ന ഒരാളായിട്ട് ഉം. എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റിയ ഒരാളായിട്ട് മാറണം. ഉം. ഒരു വലിയ ക്യാരക്ടർ ചെയ്യണമെന്നല്ലെങ്കിലും ഉം. കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റിയ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഉം. എന്തായാലും അഖില് മുന്നേ പറഞ്ഞിരുന്നു. അഖില് ഒരു ഹീറോ ആയിട്ടുള്ള ഇതല്ല മെയിൻ മനസ്സിൽ കാണുന്നത്. നല്ല ക്യാരക്ടർ ക്യാരക്ടർ. റോളുകളാണ് കൂടുതലായിട്ടും മനസ്സിൽ കാണുന്നതെന്ന് പറഞ്ഞു. അല്ലേ? അതൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് അങ്ങനെ. ഉം, അത്തരം ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണ്. ഉം, അല്ലേ? ഉം. അല്ലാണ്ട് അത് 2 കാര്യത്തിൽ പറയാം. ഹീറോയുടെ എളുപ്പം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി എനിക്ക് കുറവാണ്. അതാ ഞാൻ ചോദിച്ചേ. അതും അതും അത് കാരണം അതും ചെറുതായിട്ട് അതിലേക്കാണ് കാണും. പക്ഷെ എത്തിയത്. അതും ഉള്ളിൽ ചിലപ്പം കാണും ചെറുതായിട്ട്. കാണും. പക്ഷെ ഉം. ഏറ്റവും കൂടുതൽ എനിക്ക് മറ്റേതിനോട് കുറച്ച് താല്പര്യം തോന്നിയിട്ടുള്ളത്. ഞാൻ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യുമ്പോഴാണ്. ആരെയാ ഭയക്കണേ? എനിക്കൊരു കോമ്പറ്റീറ്റർ ആയിട്ട് ഞാൻ ഇന്നൊരാളെ ഭയക്കുന്നുന്ന്. അങ്ങനെ വൈകുന്നത് എല്ലാവരും ഭയക്കേണ്ടി വരും. എനിക്ക് അങ്ങനല്ല ഈ പറഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് എന്നെ തന്നെ ആയിരിക്കും ഭയം.
ഇപ്പൊ ഈ മഹാരാജ കഴിഞ്ഞിട്ടാണ് ജയറാമേട്ടന്റെ കൂടെ ആശകളായിരത്തില് അതിലേക്ക് വന്നത്. അന്ന് അവരുടെ ആ ഒരു ആക്ടിങ് അതൊക്കെ കാണുമ്പോ, അല്ലെങ്കിൽ കാളിദാസന്റെ ആയിക്കോട്ടെ, ജയറാമേട്ടന്റെ അതൊക്കെ ഒബ്സർവ് ചെയ്യൂ ആ നോക്കൂ. അല്ലേ? ഉം. എന്നിട്ട് റൂമിൽ പോയിട്ട് അഖിലിന്റെ ഒരു പ്രൈവറ്റ് സ്പേസിൽ അവര് ചെയ്ത രീതി, ആ ഒരു ടെക്നിക്ക് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ സീനിയർ ആക്ടേഴ്സും കൂടെ അല്ലേ? അതെങ്ങനെയാണെന്ന് അഖിൽ സ്വയം അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കൂ. ഞാൻ അങ്ങനെ നോക്കാറില്ല. ഇല്ല. ഞാൻ അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം. എന്തായാലും ഓക്കെ. അവരുടെ അടുത്തും അവരൊരിക്കലും മാച്ച് ചെയ്യാനോ ആണ്ട് 7 അയലത്ത് വരാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാ. ഈ ജയറാമേട്ടൻ എന്നൊക്കെ പറയുമ്പം ഒരു കരയുന്നൊക്കെ സീനുണ്ട്. അതെ. അത് ചെയ്യാൻ പറ്റത്തില്ല. എന്നെക്കൊണ്ട് അങ്ങനെ പറ്റില്ല. ഉം. ലൈക്ക് അത്രയും പറ്റും. പക്ഷേ എനിക്ക് പറ്റും. എൻ്റെ ആയിട്ടുള്ള രീതി പറ്റും. ഉം. എൻ്റെ ആയിട്ടുള്ള രീതി പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ആ രീതി എനിക്ക് പറ്റില്ല. എൻ്റെ ആയിട്ടുള്ള രീതി ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ ഉം. ഞാനപ്പോൾ ഈ സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആയിട്ടുള്ള രീതിയിൽ നോക്കത്തുള്ളൂ. എനിക്കതെങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ രീതി അപ്പൊ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയിട്ടുണ്ടോ? റൂമിൽ വന്ന് കഴിയുമ്പം ജയറാമേട്ടൻ ചെയ്തൊരു സീക്വൻസ് അത് കണ്ടു കഴിഞ്ഞപ്പോ, അത് ആ ഞാൻ ചുമ്മാ ചെയ്താൽ ആ അങ്ങനെ എങ്ങനെയിരിക്കും? കര സംബന്ധിച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചിങ്ങനെ അതുപോലെ കരയത്തില്ലേ? ഹാ, അതുപോലെ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. നോക്കിയിട്ടുണ്ട്. ആ. അഖിലിന്റേതായിട്ടുള്ള ഒരു എൻ്റെ ആയിട്ടുള്ള സ്റ്റൈലില്. രീതിയിൽ ഞാൻ എങ്ങനെ സംഭവം ചെയ്ത് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? അപ്പൊ അത് വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ട്. അത് വീഡിയോ എടുത്ത് നോക്കിയിട്ടില്ല. ഇല്ലേ? ഞാൻ തന്നെ ജസ്റ്റ് കാണും. കാണും. മിററിലൂടെ ഓ നോക്കുന്നേ ഇപ്പൊ ഉള്ളൂ. പറ്റും ഇല്ലയോ നിനക്കും? ആ. ഞാൻ എങ്ങനെ പറയും? ഓക്കെ. അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പൊ അഖിലിന്റെ വീഡിയോ കണ്ടന്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അവിടെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓവർ എക്സ്പ്രസീവ് ആയിട്ടാണ് അഖിലിന്റെ അതെ. പലതും ചെയ്യുന്നത്. അപ്പം അത് അ അ ചി അം ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കൂടുതലായിട്ടുള്ള ഒരു എഫേർട്ടാണത്. പറഞ്ഞ മറ്റേ ചിരിപ്പിക്കാൻ വേണ്ടി പ്ലസ് ഉള്ളിലെ ഭയം ഭയോ മറയ്ക്കാൻ വേണ്ടിയുള്ളൊരു മറയ്ക്കാൻ മറ. എന്തൊക്കെയോ മറഞ്ച് അതെ. എല്ലാം അങ്ങനെ ചെയ്യാണ്. പക്ഷേ ഇങ്ങനെ അതിലങ്ങ് യൂസ്ഡായി. ആ ഒരു രീതിയിൽ അതൊരു അഖിൽ സ്റ്റൈലാക്കി മാറ്റി. ഉം. അഖിൽ എൻ.ആർ.ഡി സ്റ്റൈലായി. അത് പക്ഷെ അങ്ങനത്തെ ഒരു ആ സ്റ്റൈൽ ഏകദേശം ഔട്ട്ഡേറ്റഡ് ആവുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ മഹാരാജ ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ ഇത് സിനിമയാണ്. ഉം. ഇവിടെ നമ്മൾ അത്രയ്ക്കും ഡ്രമാറ്റിക് ആവുകയോ ഒന്നും അല്ല വേണ്ടേ. കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നണം ആൾക്കാർക്ക്. പക്ഷേ അഖിൽ യൂസ്ഡ് ടു ആയിരിക്കുന്നത് മറ്റേ രീതിയിലുമാണ്. അപ്പൊ ഈ സെറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഡയറക്റ്റ് ഇപ്പം ഇതിൻ്റെ ഒരു കേസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ മഹാരാജ ഹോസ്റ്റൽ എന്ന് പറയുമ്പം ഈ പടം എടുത്തിരിക്കുന്ന തെലുങ്ക് ഡയറക്ടറാണ്. ഉം. തെലുങ്കിലെ ഒരു സ്ലാങ് കാര്യങ്ങൾ അറിയാലോ. ഉം. കുറച്ചുകൂടെ എനർജി കൂടിയ ലെവലായിരിക്കും. ഉം. പറഞ്ഞിട്ട് ഞാൻ റീൽ ചെയ്യുന്ന സംഭവമായിട്ട് കുറേം കൂടെ മാച്ച് തെലുങ്കിലെ കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലേ? ആ. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ആ. പക്ഷെ എന്നാലും പുള്ളി ഇതുപോലെ പറഞ്ഞതുപോലെ അല്ല അത്രയും മീറ്ററുണ്ട് മലയാളം സിനിമയല്ലേ. അപ്പം കുറച്ചുകൂടെ നമുക്ക് മീറ്ററൊക്കെ താത്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഉം. മാക്സിമം താത്തൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് വേണ്ട ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഉം. അഖിൽ ഇപ്പം അരവിന്ദൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഉം. ആ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കുന്നത് പുള്ളിക്കൊരു വ്യൂ ഉണ്ട്. ഉം. അപ്പം ആ രീതിയിലാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചേക്കുന്നത്. ഉം. അത് പുള്ളിക്ക് വേണ്ട രീതി കൊടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. അപ്പം ആദ്യം ചെയ്തു പോകുമ്പോഴൊക്കെ ഇതേപോലെ ഓവർ എക്സ്പ്രസീവ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നോ? അല്ല മനസ്സിലൊരു സംഭവമുണ്ട് അത്ര ഓവർ എക്സ്പെൻസീവ് ആവും. ആവണ്ടാന്ന്. പക്ഷെ അവർ പറഞ്ഞു കുറച്ചുകൂടെ എനർജറ്റിക് ആവാന്ന് പറഞ്ഞു. ഓക്കെ. ലൈക്ക് തുടക്കത്തിലൊക്കെ ചെയ്യുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലുണ്ടല്ലോ ഉം. ഞാൻ ഓവർ എക്സ്പെൻസീവ് ഓവർ എക്സ്പ്രസ് എക്സ്പ്രസീവ് ചെയ്യുന്ന ആണ്. ആള്. ആ. അപ്പോൾ അവിടെ പോകുമ്പോൾ കുറച്ചിടണം. അപ്പോൾ ഉം. നമ്മൾ ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ ഇടേണ്ടതിനെ താഴെ അങ്ങ് പോകും. ഉം. അപ്പോൾ അവർ പറയും കുറച്ചുകൂടെ എനർജി ആവാകില്ല കാരണം നിന്നെ അത്രയും കണ്ടതല്ലേ. അപ്പം ഫസ്റ്റ് സിനിമയിൽ തന്നെ വേറെ രീതി നിന്ന് കഴിഞ്ഞാൽ ഒരു ഉം. ഇതായിരിക്കും. ഉം. കുറച്ച് എനർജി ആണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് എനർജി ചെയ്തിട്ടുണ്ട്. ഉം. അപ്പോൾ ലൈക്ക് എന്താണോ ഡയറക്ടറിന് വേണ്ടത് അത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിച്ചിട്ടുണ്ട്. അഖിലിന്റെ പല കണ്ടന്റിലും അഖില് സ്കൂൾ കുട്ടിയായിട്ടും ഇത് സ്കൂൾ ബാഗും തൂക്കിയും ഒക്കെയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ അത് എപ്പോ നോക്കിയാലും ഞാൻ അങ്ങനത്തെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് വന്നപ്പോഴും ദേ അതേപോലെ തന്നെ എനിക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. ആ അഖിലിന്റെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ക്യാരക്ടർ ആണല്ലോ ഇതിനകത്തും സ്കൂൾ ബാഗും തൂക്കി നടക്കുന്ന ഒരു രീതി. അപ്പം അത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ പറഞ്ഞത് ഇതല്ല എനിക്ക് സിനിമ ചെയ്യുമ്പോൾ ഇതുപോലെ ഈ തണ്ണീർമത്തനുകളെ കാണുമ്പോൾ ആ അതുപോലൊരു പടത്തിൽ ചെയ്യണമെന്ന് ചെയ്യണമെന്നൊക്കെ എങ്ങനെ ആഗ്രഹിച്ചു. ഒരു ആ. അഭിനയിച്ചാൽ കൊള്ളാന്നൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഉം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ കൊച്ചു പിള്ളേരെ കണ്ടന്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടം. ഉം. അവർക്ക് അധികം ജഡ്ജ് ചെയ്യില്ല. ഉം. അവര് അവരുടെ അടുത്ത് അവർ ഭയങ്കര എന്താ പറയുക അവർക്ക് ഈ പറഞ്ഞ പോലെ ഫേക്ക് അറിയത്തില്ല. ഉം. അവരുടെ സ്നേഹം ഭയങ്കര റിയലാ. ഉം. ഇടയ്ക്ക് എന്നെ വീട്ടിലൊക്കെ കാണാൻ വേണ്ടി പിള്ളേർ വരും. പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്നത് കൊച്ചു പിള്ളേരാണ്. ആ. വലിയ ആൾക്കാരും കാണുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നത് കാരണം അവർക്ക് വേറെ പ്ലാറ്റ്ഫോം അധികം ഇല്ല. ഉം. ഇപ്പോൾ വീട്ടുകാരാണെങ്കിൽ മൊബൈൽ കൊടുക്കും, ചിലർ കൊടുക്കത്തില്ല. ടി വിക്കകത്തായിരിക്കും ഇവരെല്ലാം യൂട്യൂബ് കാണുന്നത്. ഉം. അപ്പോൾ അവർക്ക് ആകെ ഉള്ളതൊക്കെ പറയുന്നത് ഈ പറഞ്ഞ തൊട്ട് നമ്മൾ കോമഡി വീഡിയോസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും നമ്മളെ ആയിരിക്കും. ഉം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലൊക്കെ വീട്ടിലൊക്കെ പിള്ളേർ തേടി പിടിച്ചൊക്കെ വരും. ചിലപ്പോൾ ഇതുപോലെ അമ്മ അച്ഛനൊക്കെ ദുബായിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വരും. ഉം. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ വരും.
തിരിച്ച് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാനവിടെ പാവക്കുട്ടിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആഹാ. വരുമ്പോൾ തിരിച്ച് അവർക്ക് ഗിഫ്റ്റായിട്ട് ഇത് കൊടുക്കും. കൊടുക്കാനായിട്ട്. ഓ! അപ്പൊ ഈ ഒരു സ്റ്റാർഡം എങ്ങനെ എൻജോയ് ചെയ്യണം? ഇപ്പൊ ആൾക്കാര് ഒരുപാട് തിരിച്ചറിയുന്നുണ്ട്. ആൾക്കാര് ഇതുപോലെ തേടിയെത്തുന്നു കാണാനായിട്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പഴും ആൾക്കാര് ദാ 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 ഇങ്ങനെയൊക്കെ അത് ഭയങ്കര തിരിച്ചറിയുന്നുണ്ട്. ഇഷ്ടമാണ് എനിക്ക്. ആണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ പറഞ്ഞോട്ട് ഫിയർ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ആ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഞാൻ എനിക്ക് ഫിയറാണ് ഒരാൾ അടുത്ത് വരുമ്പോൾ ഒരു "എമ്മേ എന്തല്ലോ ഇതൊക്കെയാണ്" പറയൂ, പറയൂ. അത് കാണും. പക്ഷെ എങ്കിലും ഈ പറഞ്ഞ പോലെ എനിക്കത് ഇഷ്ടമാണ്. ആൾക്കാരുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഇനി ഉം. എടുക്കണം. ഉം. എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാനത് മാറ്റി വെച്ചിട്ട് ഉം. മാക്സിമം ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കും. ശ്രമിക്കും. ഉം. ആ ഒരു ഫാൻ മൊമെന്റ് അല്ലേ? അത് അത് എൻജോയ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇതിലേക്ക് വന്നപ്പോ ഈ മഹാരാജയിൽ വന്നപ്പോ ഇപ്പം ഇതുപോലെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെ ഇതിനകത്ത് വന്നപ്പം ഉം. അത് കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാവും അഖിലിനെ സംബന്ധിച്ച്. ആ കാരണം ചെയ്യാത്ത ഒരു സംഭവമാണ്. കുറച്ചും കൂടെ ഭാരിച്ച പോലത്തെ ഒരു ക്യാരക്ടറൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമോഷണൽ കണ്ടന്റ് കൂടിയ അല്ലെ. വ്യത്യാസമുണ്ട്. ആ. ഇതിനകത്ത് കുറച്ചുകൂടെ ഹൊറർ സംഭവങ്ങൾ ആ. ഉണ്ട്. ഞാൻ ഹൊറർ ചെയ്തിട്ടില്ല അങ്ങനെ. ആ. ഓക്കെ. ചെയ്യാത്തൊരു സംഭവമാണ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേക്കുന്നത് കൂടുതൽ. ഉം. കോമഡി ഒബ്വിയസ്ലി കോമഡിയുടെ കുറച്ച് കോമഡി എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഉം. സക്സസ്ഫുള്ളി നടത്തില്ലെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്. ഉം. പക്ഷെ അതിലുപരി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഹൊറർ പോർഷൻസ് ഒക്കെയാണ്. അവർ ഈ പറഞ്ഞ പേടിച്ച് ഓടുന്നതും ഉം. പേടിയായിട്ടുള്ള ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് റൊമാൻസിൻ്റെ കുറച്ച് സംഭവം ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഉം. അങ്ങനെ ചെയ്യാത്ത കുറേ കാര്യങ്ങളായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി. ചെയ്യാനായിട്ട്. ഓക്കെ. എന്താണ് അഖിലിനെ സംബന്ധിച്ച് ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? സക്സസ് ആവാൻ വേണ്ടിയോ? ഉം. എൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യുക. വേണ്ടത് അഡോപ്റ്റ് ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഉം. ഇവർ വിമർശനങ്ങൾ വരുമെന്ന് വെച്ച് മാറിയിരിക്കാതെ ഉം. വിമർശനങ്ങൾ വരണം. ഉം. വന്നിട്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. ഉം. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെടാത്തിട്ടായിരിക്കും അവർ പറയുന്നത്. ഉം. അത് മനസ്സിലാക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ മാറാൻ വേണ്ടി ശ്രമിക്കുക. ഉം. അങ്ങനെ മുന്നോട്ട് പോവുക. ഓക്കെ. ഇപ്പോ ഈ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് പബ്ലിക്കിന് പല രീതിയിലുള്ള അതായത് കോളേജിൽ പോകുന്നുണ്ട്, അല്ലാതെ മോൾസിൽ പോകുന്നുണ്ട്. ഒരുപാട് ഇതിന്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കേണ്ടി വരാണ്. ഈ ഒരു യാത്ര ഒരുപക്ഷെ അഖിൽ എൻ.ആർ.ഡി എന്ന് പറഞ്ഞ വ്യക്തിയെ തന്നെയും ശരിക്കും ഒരു ട്രാൻസിഷൻ തന്നെ തരുന്നുണ്ട്. ഒരു ചേഞ്ച് ഉണ്ട്. ചെയ്യുന്നുണ്ടാവില്ലേ? കാരണം ഇത്ര നാൾ ആൾക്കാർ എന്നെ കണ്ടത് ലൈക്ക് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പം ചില ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ സംസാരിക്കുമല്ലോ. ഉം. റീലിൽ കാണുന്ന പോലെ അത്ര പൊട്ടനല്ലല്ലോ. അല്ലെങ്കിൽ എൻ്റെ മൂത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആണോ? ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആക്കി ഞാൻ അപ്പം അപ്പം എനിക്ക് മനസ്സിലായത് ഞാൻ ഇതുപോലെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ട് അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഇതുപോലെ ഞാൻ വീഡിയോ കാണുന്ന ഒരു പേഴ്സണാണ്. അതുപോലെ എപ്പോഴും ഇങ്ങനെ ചാടി ഇങ്ങനെ ഓവർ ആക്ട് ചെയ്തൊക്കെ നടക്കുന്ന ഒരാളാണെന്നാണ് എല്ലാവരെയും ഇപ്പോഴും അതങ്ങനെയാണ്. കാരണം അത് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ കണ്ടുള്ളതേ ഉള്ളൂ. അവർ ഈ പറഞ്ഞ എൻ്റെ റിയൽ അഖിൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അവർക്ക് അറിയത്തില്ലല്ലോ. ഉം. പക്ഷെ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ അല്ലെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാനും വിചാരിച്ചത് ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ എന്താണെന്ന് ആൾക്കാർ എങ്ങനത്തെ ക്യാരക്ടറാണെന്ന് ആൾക്കാർ കുറച്ചുകൂടെ തിരിച്ചറിയാൻ പോകുന്നത് ഈ പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ വന്നപ്പോഴാണ്. ആണ്. അപ്പൊ ആ ഒരു ക്രൗഡിനെ കാണുമ്പം ഇപ്പൊ ഒബ്വിയസ്ലി കോളേജിലൊക്കെ പോകുമ്പത്തേക്ക് സ്റ്റേജിൽ തന്നെ നിന്നിട്ട് വേണം ഒരു വലിയൊരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്യാൻ. ഇപ്പൊ ആ സ്റ്റേജ് ഫിയർ ഉണ്ടോ? ഈ സെന്റ് തെരേസാസ് കോളേജിൽ പോയപ്പോൾ അതാണ് ഫസ്റ്റ് കോളേജിൽ പോകുന്നത്. ആ. അയ്യോ! അപ്പോൾ അവിടെ പോയപ്പോൾ ആദ്യം പേടി ഉണ്ടായിരുന്നു. ഞാനീ പറഞ്ഞില്ലേ നമ്മൾ ഈ പേടി വരുന്ന വെച്ചാൽ നമ്മൾ ഫേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുള്ള പേടി കൂടുന്നത്. ആ. ഫേക്ക് ചെയ്യണ്ട. എനിക്ക് ഫേക്ക് ചെയ്യണം. ഞാനായിട്ട് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പേടി പതിയെ 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 കുറഞ്ഞ് നോർമലൈസ് ചെയ്തു പോകും. ഞാനത് കണ്ടുപിടിച്ച ടെക്നിക്കാണ്. ഞാൻ ലൈഫിൽ നിന്ന് കണ്ടുപിടിച്ച ടെക്നിക്കാണ് ഫേക്ക് ചെയ്യേണ്ട. ഫേക്ക് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ പിള്ളേരിപ്പം കയ്യിലെടുക്കണം. ഓരോരുത്തർ കൈയെടുക്കുന്ന കാണുമ്പോളേ ആ. അവർ കൂവുന്നു, കയ്യിൽ ചെയ്യുന്നു. അപ്പം നമ്മൾ എനിക്കിത് പറ്റത്തില്ലയോ, ഞാനിതുപോലെ ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴേ ടെൻഷൻ വരുന്നത്. വേണ്ട, എനിക്കിതേ പറ്റൂ. ഉം. പറ്റുന്ന രീതി അവരെ എങ്ങനെ ഹാപ്പിയാക്കി എടുക്കാം. ഒരു പ്രശ്നമില്ല. ചിലരൊക്കെ ഇതുപോലെ പ്രത്യേകിച്ചും സെന്റ് തെരേസാസ് എന്നൊക്കെ പറയുമ്പോൾ ബോയ്സിന് എല്ലാവർക്കും പോവാനും അവിടുത്തെ ആ. ഗേൾസിനെ കാണാനും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. അപ്പം ഇങ്ങനെ അവിടെ ചെല്ലുമ്പോൾ നല്ല സ്മാർട്ട് ആയിട്ടുള്ള കുറേ ഗേൾസും ഉണ്ടാവും. കുറേ ചോദ്യങ്ങൾ വരും. ഇപ്പൊ ഇവരൊക്കെ കയ്യിലെടുക്കുക, ഓ അവിടെ ഞാൻ സ്റ്റാർ ആവുക, കുറച്ച് കൗണ്ടർ പറയുക, ഇതൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് തന്നെയായിരിക്കും അങ്ങോട്ട് പിന്നെ ചെന്ന് അത് മനസ്സിൽ കയറിയിട്ടുണ്ടാവുക. കാണും. അതെ. മനസ്സിൽ കാണും. ആ. പിന്നെ ദേഷ്യം വേണ്ട. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഉള്ളിന്ന് വരാൻ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീ. ഏച്ചു വിട്ട് പോലെ ഇരിക്കും. അതെ. അത് ചെയ്യത്തേ ഉള്ളൂ. അതെ. ഉള്ളിന്ന് വരട്ടെ, വരുമ്പോൾ ഞാൻ പറയാം അതെ. കൗണ്ടർ. ടൈം കൊടുക്കാലോ. നമുക്ക് എന്തായാലും അന്നേരം ചെയ്യാലോ. പക്ഷെ അപ്പോഴത്തേക്ക് ആ ഒരു സംഭവം കഴിയും. നമ്മളൊന്ന് എൻജോയ് ചെയ്ത് കറക്റ്റ് ട്രാക്ക് വരുമ്പോഴത്തേക്ക് ശ്ശേ, ഇപ്പൊ സമയം തീർന്നു. ഇന്റർവ്യൂ ആണെങ്കിൽ പോലും ആദ്യത്തെ ഒരു 15 മിനിറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ഒന്ന് ഓപ്പൺ ആയി വരാൻ വേണ്ടി 15 മിനിറ്റ് എടുക്കും. ആ. അപ്പോഴത്തേക്ക് ഇന്റർവ്യൂ കഴിയും.
ഓക്കെ. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കോളേജിൽ പോയപ്പോ ഇതുപോലെ ഞാൻ ആണോ? നോക്കിയാ വന്നപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞു. അയ്യോ! ഒരു മിനിറ്റും കൂടെ കിട്ടിയിരുന്നെങ്കിൽ. ഓക്കെ. എന്തായാലും ഇനി ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പുകളിൽ കൂടുതൽ ഇരിക്കുക. അവരുടെ കൂടെ ആക്റ്റീവായിട്ട് ഉറപ്പായിട്ടും. ഇരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സ്മാർട്ടാവും. നമുക്ക് ആ ഒരു ഫിയർ ഈ അഖിലിന്റെ രീതിയിൽ തന്നെ അറിഞ്ഞറിഞ്ഞത് മാറണം. കംഫോർട്ട് സോണിൽ നിന്ന് പറയില്ലേ? പുറത്തു വരുമ്പോൾ തന്നെ എല്ലാം മാറും. മാറും. അപ്പൊ നമുക്ക് ആ ഒരു ഷെല്ലിങ്ങനെ പൊട്ടിച്ച്, പൊട്ടിച്ച്, പൊട്ടിച്ച് അത് ഞാൻ തന്നെ പൊട്ടിക്കുന്നുണ്ട്. ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ ഷെല്ലിങ്ങനെ ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം പൊട്ടിക്കഴിയുമ്പോ അതിന്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഇത് നമുക്ക് കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സൂപ്പറായിട്ട് ഇനിയും ഈ കണ്ടന്റുകൾ ചെയ്യുമ്പോഴും ചിരിപ്പിക്കുന്നത് മാറ്റിയിട്ട് ഇനി വേറെ രീതിയിലുള്ള കണ്ടന്റുകൾ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഇത്. ആ. കാരണം പക്ഷെ ഒരു കൂടുതലും മറ്റേതാണ് എങ്ങനെ പോയാലും വരുന്നത്. വരുന്ന ആ. ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് ഈ പറഞ്ഞ തൊട്ടില്ല കടലിൽ കൊണ്ട് ഉപ്പ് പറയുന്നോട്ട് അത് മുങ്ങിപ്പോകുന്നതാണ്. അതുപോലെ അതങ്ങ് ഏക്കുന്നില്ല. ഏക്കുന്നില്ല, അല്ല ചിലത് ഏക്കുന്നുണ്ട് ആ. കേട്ടോ. ഈ സെന്റി വീഡിയോസ് ഈ പറഞ്ഞ തൊട്ട് നമ്മൾ ഇത്ര നാൾ ചിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഉം. നമ്മളോട് സെന്റി വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ അത് ഒരു ഫീൽ കിട്ടും. ഉം. ഞാൻ ഇത്ര നാൾ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ആകെ ചിരിച്ച് ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ആ. ചെയ്യുമ്പോൾ ആൾക്കാർ കുറച്ചോട്ട് ഒരു തോട്ട് അവർക്ക് വരും. ഇതുപോലെ ഒരു ഒരു എക്സ്ട്രാ ഫീലിംഗ് അവർക്ക് കിട്ടും. ആ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് നല്ല വീഡിയോ ഓടിയിട്ടുമുണ്ട്. പക്ഷെ ഓടിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ആലോചിച്ച് വേണ്ട, എന്തിനാ ആൾക്കാരെ ഇത് ചെയ്യുന്നത്, കരയിപ്പിക്കുന്ന ആൾക്കാർ പറയുമല്ലോ കരയിപ്പിക്കില്ലടാ അതൊക്കെ പറയുന്നത്, പക്ഷെ എന്തിനാ വെറുതെ കരയിപ്പിക്കട്ടെ. പിന്നെ ഞാൻ കുറേയൊക്കെ അങ്ങ് ഒന്ന് മാറ്റി. വേണ്ട വേണ്ട, റീച്ച് ചെയ്യുമ്പോൾ കിട്ടുമായിരിക്കും നമുക്ക്. ഒബിയസ്ലി ഇപ്പൊ പറഞ്ഞ വിട്ട് കോമഡിയുടെ കൂട്ടായിട്ട് മാർക്കറ്റുള്ള ഐറ്റമാണ് സെന്റിമെന്റ് വീഡിയോ ചെയ്ത് കുറച്ചുകൂടെ ചിലപ്പോൾ ഇത് കിട്ടുമായിരിക്കും. പിന്നെ ഞാൻ വെച്ചാൽ വെറുതെ ആൾക്കാരെ കുറച്ച് അവർ കുറച്ചേരം ഇത് ഫോൺ നോക്കുന്നത് കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ലേ. എൻജോയ് ചെയ്ത് പോട്ടെ. എന്നെ തെറി വിളിച്ചാലും കുഴപ്പമില്ല, എൻജോയ് ചെയ്ത് പോട്ടെ. ഇങ്ങനെ ഇതിനകത്ത് തന്നെ പെണ്ണ് വേഷം ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് അഖിലിന്റെ. ഈ മീശയും താടിയും വെച്ചോണ്ട് തന്നെ ഓരോ വിഗും വെച്ച് ഫുൾ ടൈം ഇങ്ങനെ മുടിയിലും വെച്ച് ഇങ്ങനെ പിന്നെ മേക്കപ്പ് ചെയ്യുക ഓരോ ഇത്. അപ്പൊ ആ ഒരു പെണ്ണിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് അത് കൂടുതൽ ചമ്മലായിരുന്നോ? അത് ഞാൻ ആദ്യമൊന്നും പെൺ ക്യാരക്ടർ ചെയ്തില്ലായിരുന്നു. എനിക്കിത് ഭയങ്കര എന്ന് വെച്ചാൽ പെണ്ണിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ അല്ലാതൊന്നും അല്ല. എനിക്കത് കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ പതിയെ പതിയെ ഞാൻ ഇതാക്കിയതുപോലെ ഈ പറഞ്ഞ എനിക്ക് ഈ ഷെല്ല് പൊട്ടിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തു തുടങ്ങി. പക്ഷെ എനിക്ക് മനസ്സിലായി പറ്റുമെന്ന് മനസ്സിലായി. പറ്റുന്നുള്ളത് പിന്നെ എത്രണ്ണം കുറെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ? അത്യാവശ്യം ഒരുപാട് അത് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കോൺഷ്യസ്ലി ആ കോമഡി വരുത്താൻ വേണ്ടി തന്നെയായിരിക്കും റിപ്പീറ്റഡ്ലി ഒരു സാധനം ഇങ്ങനെ ചെയ്ത് ചെയ്ത് അത് ചെയ്ത് നമുക്ക് ഈ ആക്ഷനോട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ഇത് കിട്ടും. ഡയലോഗ് പറയപ്പോ. ഓക്കെ. അപ്പൊ ആ ഒരു അതും ബ്രേക്ക് ചെയ്തു അങ്ങനെ അല്ലേ? കുറച്ചെല്ലാം ഇങ്ങനെ ബ്രേക്ക് ബ്രേക്ക് ചെയ്തു. കാരണം വേറെ ഇങ്ങനെ ഏജ് ആയിട്ടുള്ള ക്യാരക്ടറും യങ് ആയിട്ടുള്ള ക്യാരക്ടറും അതെല്ലാം കുറേ ചെയ്തിട്ടുണ്ട്. അതിലെ ഡിഫറൻസ് തോന്നിയതാണ് ഗേളിഷ് ഒരു ഇത് കണ്ടപ്പോ. അപ്പോൾ ഓക്കെ അഖിൽ, എന്തായാലും ഇത്രയും സമയം അഖിലിനെ നമ്മൾ മൈൽ സ്റ്റോണിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു അഖിലിന്റെ വീഡിയോ അപ്പ് ചെയ്ത് അഖിലൊന്ന് അതിലൊന്ന് ബുമ്മായപ്പോ തൊട്ട് ഏകദേശം ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് മൈൽ സ്റ്റോണിൽ നിന്ന് ബാക്കിലുണ്ട് അഖിലിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. എനിക്ക് മെസ്സേജ് അയക്കും ഇതുപോലെ. എടുത്തു നോക്കി ഓരോ വർഷം എത്ര മെസ്സേജ് അറിയാം പുള്ളി. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അലാറം വെച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജാട വെച്ചിരുന്ന് ജാടയല്ല ഇത് പറഞ്ഞില്ലേ, കൊടുക്കാത്ത അതാണ് പ്രശ്നം. ഞാൻ കാണിക്കുന്നത് ജാടയല്ല, എന്റെ പേടിയാണ്. പക്ഷെ പുറത്ത് ആൾക്കാർ ജാടയായിട്ട് അറിയത്തുള്ളൂ. ചേച്ചി ഞങ്ങൾ എത്ര നാളായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ, തരുന്നതേ ഇല്ല ഇന്റർവ്യൂ. അത് എനിക്ക് അറിയത്തുള്ളൂ, എനിക്ക് എന്റെ പേടിയുണ്ട്. ഞാൻ എങ്ങനെ പറയാം പുള്ളി എനിക്ക് പേടിയാണ്, പുള്ളി വിശ്വസിക്കൂല്ല. എന്നിട്ട് ഇപ്പൊ പേടി മാറിയോ? ഞാൻ ബ്രേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പം. ആണോ? അപ്പൊ ഞാനാണോ തുടക്കക്കാരി, അഖിലിന്റെ ഇന്റർവ്യൂ എടുക്കുന്ന തുടക്കക്കാരി? പേഴ്സണൽ ഇന്റർവ്യൂ ആദ്യമായിട്ട് ഞാനാണ്. വാവ്, അപ്പൊ അതെന്റെ ഒരു ഭാഗ്യമാണ് അഖിലിന്റെ. ഇവിടെ വന്നപ്പോഴേ പറഞ്ഞതുപോലെ എനിക്ക് ഇന്റർവ്യൂ ഇരുത്തുവാണെങ്കിൽ തന്നെ ഇതുപോലെ എനിക്ക് ഈ പറഞ്ഞ ഒരു കൗണ്ടർ ഒന്നും അടിക്കാൻ അറിയത്തില്ല. അപ്പൊ അതനുസരിച്ചുള്ള ഒരാളെ തന്നെ കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളെ തന്നെ മാക്സിമം വെക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. പുള്ളി പറഞ്ഞ ചേച്ചിയൊക്കെ. എന്നിട്ട് ഇപ്പൊ കംഫർട്ടബിൾ ആയിരുന്നോ? ഓക്കെ ആയിരുന്നോ? ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു അഖിൽ. എനിക്കും ഒരുപാട് അഖിലിനെ അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു സ്മോൾ റിക്വസ്റ്റ് ആണ്, അഖിലിന്റെ ഉള്ളിൽ ഇപ്പൊ വെച്ചിരിക്കുന്ന പേടി സാധനം എല്ലാം അഖിൽ ചെയ്യുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എത്രയും പെട്ടെന്ന് അത് അങ്ങ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന എഫേർട്ട് കുറച്ചും കൂടെ ഒന്ന് ഇട്ടുകൊടുത്ത്. എഫേർട്ട് കൂടിയാലും പ്രശ്നമാണ്. ആണോ? അതൊരു ഒരു പ്രോസസ് ആയിട്ട് പോകുന്ന എനിക്ക് അഖിലിന്റെ രീതിയിൽ തന്നെ അത് ചെയ്യാം. മാറും. ചിലപ്പോ 1-2 സിനിമയും കൂടെ ഒക്കെ വരുമ്പോ വേറിട്ട കുറച്ചൊരു എക്സ്പീരിയൻസ് വരുമ്പോ പെട്ടെന്ന് അതങ്ങ് അതെ, ബാക്കിയുള്ള ഷെല്ലിൽ ഒന്ന് തട്ടുമ്പോ തന്നെ ഡിങ് 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 അങ്ങനെ അങ്ങ് ആയിന്ന് വരാം. കോഴിയൊക്കെ വരുന്ന
എന്തായാലും അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഖിൽ ആഗ്രഹിക്കുന്ന പോലത്തെ നല്ല കഥാപാത്രങ്ങളെല്ലാം ചെയ്യാൻ പറ്റട്ടെ. അത് സിനിമയിലാണെങ്കിലും കണ്ടന്റ് വൈസിലാണെങ്കിലും നമുക്ക് ഒരുപാട് നല്ല നല്ല കണ്ടന്റ്സ് ചെയ്യാൻ പറ്റട്ടെ അഖിലിന് എന്ന് വിഷ് ചെയ്യുന്നു. ഒരു ചെറിയ സമ്മാനം ഞങ്ങളുടെ വക തരാണ് കേട്ടോ. അപ്പൊ അഖിലിന് ഒരു ചെറിയ സമ്മാനം ഗാർഡിയൻ ട്യൂട്ടറിന്റെ വകയാണ്. ഗാർഡിയൻ ട്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ട്യൂഷന് വേണ്ടിയിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ട്യൂഷൻസ് ഒക്കെ കൊടുക്കുന്ന, ഇപ്പം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വൺ ഓഫ് ദ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ലീഡിങ് ട്യൂട്ടർ സെന്റർ ആണ്, ഓൺലൈൻ സെന്റർ ആണ് ഗാർഡിയൻ. അപ്പൊ ഇവരുടെ വക എന്തൊക്കെയോ ഉണ്ട്, നോക്കിയാൽ നിറയെ എന്തൊക്കെയോ ബ്യൂട്ടിഫുൾ കുറെ ഉണ്ട്. ഗിഫ്റ്റ്സ് ആണ്. യെസ്, അതങ്ങ് വാങ്ങിച്ചോളിയാ. എന്താ, താങ്ക് യു. യെസ്. അപ്പോൾ ഇനി അഖിലിന് കൂടുതലായിട്ട് അഖിലിന്റെ ഫാമിലിയിലോ അല്ല അഖിലിന് തന്നെ എനിക്ക് ഇന്നൊക്കെ ലാംഗ്വേജ് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സബ്ജക്റ്റിന് കുറച്ചും കൂടെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നുകയാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അഖിലിനോ ഫാമിലിയിലോ ആർക്കെങ്കിലോ വേണമെങ്കിൽ അവർ അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. എന്തായാലും ഒരുപാട് സന്തോഷം അഖിൽ. ഇനി മഹാരാജ ഹോസ്റ്റൽ സൂപ്പർ ആവട്ടെ, നല്ല രീതിയിൽ. ഇപ്പം അതാ 24th റിലീസ് ആവാൻ പോകണം. അപ്പം നല്ല രീതിയിൽ അത് വരട്ടെ. വാഴയിലൂടെ ഹാഷിറിനെ നമ്മുടെ ഈ ലോകം സ്വീകരിച്ച പോലെ മഹാരാജ ഹോസ്റ്റൽ അതുപോലെ പറ്റിയില്ലെങ്കിലും ചെറിയ പറ്റട്ടെ, രീതിയിലെങ്കിലും അതുപോലെ തന്നെ പറ്റട്ടെ എന്ന് തന്നെ ഞാൻ വിഷ് ചെയ്യുന്നു. ചെറിയ രീതിയിലൊന്നുമല്ല, അതുപോലെ തന്നെ അഖിലിന്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും ആ ഒരു ഹാപ്പിനെസ്സും ഈ സിനിമയ്ക്കും സമ്മാനിക്കാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെ. താങ്ക് യു. താങ്ക് യു താങ്ക് യു കേട്ടോ. സോ മച്ച്. താങ്ക് യു.